അങ്ങനെയല്ല ഇന്ന് മീഡിയകളിൽ കാണുന്നത്. ഒരാളെ നിന്ദിക്കലാണ്, ഒരാളെ നാണം കെടുത്തലാണ്, ഒരാളുടെ ഇസ്സത്തിനെ തകർക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് നമ്മുടെ മുസ്ലിമീങ്ങൾ അടക്കമുള്ള സഹോദരങ്ങൾ മീഡിയകൾ ഉപയോഗിക്കുന്നത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നൂറിലൂടെ ആയത്തിറക്കിയത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إن الذين يحبون أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون. ആരാണോ സത്യവിശ്വാസികൾക്കിടയിൽ അനാവശ്യങ്ങളും അശ്ലീലങ്ങളും അധർമ്മങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അവരെ അനാവശ്യതകളിലേക്ക്, അവരെ കൃത്രിമമായി അവരെ വരച്ചുകൊണ്ട് അവർക്കെതിരെ ദുരാരോപണങ്ങൾ നടത്തുന്നത്, യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷ, ഫവാഹിഷുകൾ അശ്ലീലങ്ങൾ പ്രചരിപ്പിക്കലാണത്, അത് പറയലല്ല. അല്ലാഹു തആല ഇവിടെ പറഞ്ഞ വാക്കതാണ് അൻ തശീഅൽ ഫാഹിഷ. അനാവശ്യങ്ങളും അശ്ലീലങ്ങളും ആരാണോ പ്രചരിപ്പിക്കുന്നത്, ആരാണോ ഷെയർ ചെയ്യുന്നത്, ലഹും അദാബുൻ അലീം ഫിദ്ദുനിയാ വൽ ആഖിറ. പറയൂ പ്രവാചകരെ, അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും നാണം കെട്ട ശിക്ഷയാണ്, നിന്ദ്യമായ ശിക്ഷയാണ്. ഒരു മനുഷ്യൻ ഒരാളുടെ ന്യൂനതകൾ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ആ ദുനിയാവിൽ നിന്ന് അവൻ മരണപ്പെടുന്നതിന് മുമ്പ് ആരാണോ നിന്റെ ന്യൂനത വെളിപ്പെടുത്തിയത്, അല്ലാഹു നിന്റെ രഹസ്യങ്ങളെ വെളിപ്പെടുത്താതെ നിന്റെ റൂഹിനെ പിടിക്കുകയേ ഇല്ല. അല്ലാഹു റസൂൽ പറഞ്ഞ വാക്കാണ്. നമ്മുടെ ന്യൂനത, ഒരാളുടെ ന്യൂനത സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കാനാണ്, അവനെക്കുറിച്ച് അനാവശ്യങ്ങളും അനർത്ഥങ്ങളും പ്രചരിപ്പിക്കാനാണ് നിന്റെ ആഗ്രഹമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നീ മരിക്കുന്നതിന് മുമ്പ് നിന്നെയും നാണം കെടുത്തിയിട്ടല്ലാതെ ഈ ഭൂലോകത്ത് നിന്ന് അല്ലാഹു തആല നിന്നെ മരിപ്പിക്കുകയില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കാണ്. നമുക്കൊരാളുടെ ഐബുകൾ വെളിപ്പെടുത്താൻ എന്താണ് അവകാശം? ഒരാളുടെ ന്യൂനതകൾ വെളിപ്പെടുത്താൻ മറ്റൊരാൾക്ക് എന്താണ് അവകാശം? അല്ലാഹു സത്താറുൽ ഉയൂബാണ്. ഐബുകളെ മറച്ചു വെക്കുന്നവനാണ് അല്ലാഹു. എത്ര പേരുടെ ഐബുകൾ, രഹസ്യങ്ങൾ അല്ലാഹു മറച്ചു വെക്കുന്നത്? പാതിരാത്രി എങ്ങാനും സൂര്യൻ ഉദിച്ചാൽ ഇവിടുത്തെ മാന്യന്മാരുടെ എല്ലാവരുടെ അവസ്ഥകൾ അറിയാൻ കഴിയുമായിരുന്നു, അവന്റെയൊക്കെ അവസ്ഥ എന്താണെന്നുള്ളത്. അതുകൊണ്ട് കുല്ലും മഈബുൻ ഇല്ലല്ലാഹ്, അല്ലാഹ് അല്ലാത്തതെല്ലാം ന്യൂനതയുള്ളതാണ്. എല്ലാത്തിനും ന്യൂനതയുണ്ട്, ന്യൂനതയില്ലാത്തത് ആരുമില്ല. ഒരാളുടെ ന്യൂനതകളിലേക്ക് നോക്കരുത്, ഒരാളുടെ ഔറത്തിലേക്ക് നോക്കരുത്, ഒരാളുടെ ഐബിലേക്ക് നോക്കരുത്. ഐബില്ലാത്തവരായി ഭൂലോകത്ത് ആരും തന്നെ ഇല്ല. ഐബില്ലാത്തവൻ അല്ലാഹു മാത്രമാണ്. അതുകൊണ്ട് നമ്മളുടെ ന്യൂനത നമ്മൾ മറച്ചു വെക്കണം, നമ്മൾ മറ്റൊരാളുടെ ന്യൂനത മറയ്ക്കാൻ പോകണ്ട. അതുകൊണ്ട് എന്റെ സഹോദരാ, ചെറുപ്പക്കാരാ, നിന്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വന്നാൽ, നിന്റെ മൊബൈലിലേക്ക് ഒരു അശ്ലീലത വന്നാൽ, ഒന്നുകിൽ നീ അത് കാണുകയാണെങ്കിൽ തൗബ ചെയ്ത് നീ അത് ഡിലീറ്റ് ചെയ്യണേ. നിന്റെ സുഹൃത്തുക്കൾക്ക് നീ അത് കൈമാറരുതേ. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒരാൾ ഒരു അശ്ലീലമായ ഫോട്ടോ കാണുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തി, ആ പ്രചരിപ്പിച്ച വ്യക്തി ആ അശ്ലീലതയ്ക്ക് കൂട്ടുനിന്നവനെ പോലെയത്രേ. ഒരു വ്യഭിചാരത്തിന്റെ ഫോട്ടോ നമ്മുടെ മൊബൈലിലേക്ക് വന്നു, നമ്മൾ അത് മറ്റൊരാൾക്ക് മെസ്സേജ് ചെയ്തു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നീയും ആ ദുഷിച്ച കൃത്യത്തിന് നേതൃത്വം കൊടുത്തവനെ പോലെയാണ് എന്ന് പറഞ്ഞാൽ നീ വ്യഭിചരിച്ചവനെ പോലെയാണെന്ന് അർത്ഥം. അല്ലാഹു എത്ര വലിയ കടുപ്പമേറിയ വാക്കുകളാണ്. ഈ ആയത്തിന്റെ തഹത്തിൽ ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിരിക്കുകയാണ്. ഒരാളൊരു മോശമായ മെസ്സേജ്, ഒരു ഫോൺ കോൾ, ഇന്നത്തെ പെണ്ണുങ്ങന്മാർ വിളിക്കുന്ന ഫോൺ കോളൊക്കെ നെറ്റ് അടിച്ചു വെക്കാൻ മതി. എല്ലാം അടിച്ച് നെറ്റ് അടിക്കുമ്പോൾ തന്നെ എല്ലാം അറിയാലോ, ആണിന് പെണ്ണും തമ്മിലുള്ള സംസാരം. ഇതൊക്കെ നമ്മുടെ കാമുകന്മാരൊക്കെ കാമുകിമാരെ വഞ്ചിച്ചിട്ട് രഹസ്യമായിട്ട് അത് റെക്കോർഡ് ചെയ്ത് നെറ്റിലിട്ട് കൊടുക്കുകയാണ്. കാമുകന്മാരുടെ ഇംഗിതത്തിന് വഴങ്ങാതെ വരുമ്പം അവളുടെയും ഇവന്റെയും കൂടെ എടുത്ത് നെറ്റിലിട്ട് കൊടുക്കും. അപ്പൊ ആരെങ്കിലും ഒക്കെ അത് കോപ്പി എടുത്തു കഴിഞ്ഞാൽ രഹസ്യമായിട്ട് സംസാരിക്കുന്ന സംഭാഷണങ്ങൾ മുഴുവനുമാണ്. അത് നമ്മൾ കേട്ടാൽ, അത് മറ്റൊരാൾക്ക് നമ്മൾ പ്രചരിപ്പിച്ചാൽ, ആ ദുഷിച്ച സംസാരത്തിന് നമ്മൾ നേതൃത്വം കൊടുത്തവരെ പോലെയാകുമെന്ന് ഔ കമാ ഖാല ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹു റസൂൽ പറഞ്ഞ വാക്കാണ്.
അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കാണ്. ഒരു ദുഷിച്ച വാക്ക് നമ്മൾ കേട്ട് അത് മറ്റൊരാൾക്ക് നമ്മളത് കൈമാറി ഫോർവേഡ് ചെയ്തു, ഷെയർ ചെയ്തു, നമ്മൾ ലൈക്ക് അടിച്ചു എങ്കിൽ നീയും അത് സംസാരിച്ചവനെ പോലെയാണ്. മനസ്സിലാക്കണം. വ്യഭിചാരം എന്നൊക്കെ പറഞ്ഞാൽ എന്താ വിചാരിച്ചങ്ങള്? ഇതെല്ലാം ഇതിൽപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അനാവശ്യമായ സംസാരം, അനാവശ്യമായ നോട്ടം, അനാവശ്യമായ മെസ്സേജ്. അതുകൊണ്ട് നമ്മുടെ മൊബൈലിലേക്ക് വരുന്ന മെസ്സേജുകൾ നീ വായിച്ചു കണ്ടു ഡിലീറ്റ് ചെയ്യാം. നല്ല മെസ്സേജാണ്. ഇപ്പൊ വാലിന്റെ മെസ്സേജ് വന്നു, ഖുർആനിന്റെ മെസ്സേജ് വന്നു, ഏതെങ്കിലും ഒരു രോഗികളെ സഹായിക്കാനുള്ള മെസ്സേജ് വന്നു, നീ അത് ഫോർവേഡ് ചെയ്ത് കൊടുക്കണേ. അതൊരു നന്മയാണ്. من جاء بالحسنة فله عشر أمثالها. നാളെ ആഖിറത്തിൽ ഒരു നന്മയുമായി ഒരു മനുഷ്യൻ കടന്നു വന്നാൽ അവന് 10 നന്മ ചെയ്തതിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് ഹബീബ് പരിശുദ്ധമായ ഖുർആൻ. ഒരു നന്മ ചെയ്താൽ, ഒരു രോഗിയെ സഹായിക്കാൻ വേണ്ടി നീ ഒരു ക്ലിക്ക് ചെയ്തു, ഒരു ഷെയർ ചെയ്തു, അത് നിനക്ക് കൂലിയാണ്. 10 നന്മയായിട്ട് അല്ലാഹു തആല നിനക്ക് ആഖിറത്തിൽ തരും. മറിച്ച് ഒരാളുടെ ഐബ് നിന്റെ മൊബൈലിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ, അത് ഏത് ഗ്രൂപ്പുകാരനാകട്ടെ, ഏത് സഹോദരനാകട്ടെ, ഒരു മുസ്ലിമാണോ അവന്റെ ഔറത്ത് നീ മറച്ചു വെക്കണേ, അത് നീ വെളിപ്പെടുത്തരുതേ. ഒരിക്കൽ നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ അനുചരനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പാതിരാ സമയത്തുകൂടെ തന്റെ ഗ്രാമത്തിലൂടെ നടന്നു പോവുകയാണ്. ആരെല്ലാം എന്തെല്ലാം ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു എന്നറിയുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു നടന്നു പോവുകയാണ്. അങ്ങനെ നടന്നു പോകുമ്പോൾ ഏതോ ഒരു വീടിന്റെ ഉള്ളിൽ ഒരു വിളക്ക് കാണുകയാണ്, ഒരു വെളിച്ചം കാണുകയാണ്. മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മതിൽ ചാടിയ കോമ്പൗണ്ടിലേക്ക് പ്രവേശിച്ചിട്ട് ആ വീടിന്റെ ഉള്ളിലൂടെ രഹസ്യമായി നോക്കുകയാണ്. രഹസ്യമായി നോക്കുമ്പോ മഹാനായ ഉമർ അൽ ഫാറൂഖ് കാണുന്ന സംഭവം എന്താ? ഒരു വൃദ്ധനായ സഹോദരൻ, ഒരു വൃദ്ധനായ വ്യക്തി, അദ്ദേഹവും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുമായി കൂടിയിരുന്ന് മദ്യപിക്കുന്ന സംഭവമാണ്. മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ കതക് തട്ടുകയാണ്. ഉടനെ തുറക്കുകയാ. തന്റെ പ്രജകളോടൊപ്പം എത്തിയ ഉമർ അൽ ഫാറൂഖ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയാണ്. കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോ മഹാനായ ഉമർ അൽ ഫാറൂഖിന്റെ മുന്നിൽ ആ മനുഷ്യൻ വിലപിക്കുകയാണ്. അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്തത് ഞാൻ ഈ ദുഷിച്ച പ്രവൃത്തി ചെയ്തതിന്റെ പേരിലല്ലയോ, ഞാൻ മദ്യപിച്ചതിന്റെ പേരിലാണ്. അമീറുൽ മുഅ്മിനീനെ, നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്തതെങ്കിൽ ഞാൻ ഒരു ഒറ്റ കുറ്റം മാത്രമാണ് ചെയ്തത്, നിങ്ങളോ 3 തെറ്റുകളാണ് ചെയ്തത്. നോക്കിട്ട് പറയാണ്, ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടുള്ളൂ, ഞാൻ മദ്യപിച്ചു, അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ ചെയ്തത് 3 തെറ്റാണ്. ഒന്ന്, അല്ലാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നുണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസൂ വതുസല്ലിമൂ അലാ അഹ്ലിഹാ. അവരന്റെ വീട്ടിലേക്ക് കയറുമ്പോ, മറ്റൊരാളുടെ വീട്ടിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോ അവർക്ക് സലാം ചൊല്ലാതെ നിങ്ങൾ ആ കോമ്പൗണ്ടിൽ പ്രവേശിക്കരുതേ. സലാം പറയാതെ പോകാൻ പാടില്ല. നിങ്ങൾ എന്റെ പുറയിലേക്ക് കയറി വന്നു, നിങ്ങൾ ഈ നാടിനെ അഭിമുഖീകരിക്കുന്ന പ്രതിനിധിയാണ്, ഈ നാടിന്റെ ചെങ്കോലും കിരീടവും പിടിക്കുന്ന ആളാണ്, ഈ നാടിന്റെ ഖലീഫയാണ്. നിങ്ങൾ എന്റെ മുറിയിലേക്ക്, എന്റെ വീട്ടിലേക്ക് നിങ്ങൾ കയറിയത് സലാം പറയാതെയാണ്. ഒന്നാമത് തെറ്റ്. മാറുന്നില്ലേ? പോയില്ലേ സംഭവം? രണ്ടാമതായി അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്, വഅതുൽ ബുയൂത മിൻ അബ്വാബിഹാ. ഒരു വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ വീടിന്റെ പിന്നാമ്പുറത്ത് നിന്ന് വരുതേ, വീടിന്റെ നേർക്ക് നിന്ന് മുന്നിലൂടെ നടന്നു വരണമേ. അടുക്കളയുടെ ഭാഗത്ത് നിന്നല്ല വരേണ്ടത്, പിറകു ഭാഗത്ത് നിന്നല്ല വരേണ്ടത്. അത് കള്ളന്മാർ വരുന്ന ശൈലിയാണ്. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ വീടിന്റെ നേരായ വഴികളിലൂടെ കയറി വരണം, അതാണ് വേണ്ടത്. പക്ഷെ നിങ്ങൾ വന്നതോ മതിൽ ചാടിയിട്ട് പിന്നാലെ നിങ്ങൾ കടന്നു വന്നു. ഖുർആനിനെതിരാണ് നിങ്ങൾ പ്രവർത്തിച്ചത്. ഒരു മദ്യപിക്കുന്ന ആള് പറഞ്ഞ വാക്കുകളാണ്, ഹദീസിൽ വരുന്ന സംഭവമല്ലേ ഇത്. മൂന്നാമത്, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നില്ലയോ, വലാ തജസ്സസൂ.
ആരുടെയും രഹസ്യം അന്വേഷിക്കരുതേ, രഹസ്യം ചൂഴ്ന്നെടുക്കരുതേ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ 3 വാക്കുകൾക്കും നിങ്ങൾ എതിരാണ് ഖലീഫ ഉമറേ. നിങ്ങൾ പ്രവർത്തിച്ചത് അതുകൊണ്ട് ഒരു തെറ്റ് ചെയ്ത ഞാനാണോ കുറ്റക്കാരൻ? 3 തെറ്റ് ചെയ്ത നിങ്ങളാണോ കുറ്റക്കാരൻ? ഉമർ റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരഞ്ഞു പോവുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹു ദേ കരയാണ് സംഭവം. നാലിച്ചോക്ക് ഒരു മദ്യപാനിയുടെ വാക്ക് കേട്ട് ഉമർ റളിയല്ലാഹു അൻഹു കരയാന്ന് പറഞ്ഞാൽ എന്താ സംഭവം? എന്താ നമ്മൾ ചെയ്യുന്ന തെറ്റ് ശരിയാണോ ഇല്ലയോ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അത് തെറ്റാണോ ശരിയാണോ നമ്മളൊന്ന് വിലയിരുത്തണം ആദ്യം. ഞാൻ ഒരാളെ ഗവേഷണം ചെയ്യാൻ പോകുന്നു, ഞാൻ ഒരാളുടെ ന്യൂനത പിടിക്കാൻ പോകുമ്പോൾ ആദ്യം നീ ഓർക്കണം, അല്ലാ എന്നിൽ ന്യൂനത ഉണ്ടല്ലോ, ഞാൻ എത്രയോ രഹസ്യമായിട്ട് നിന്നെ വഞ്ചിച്ചിട്ട് എത്രയോ തെറ്റുകൾ ചെയ്യുന്നവനല്ല ഞാൻ എന്തിന് പിന്നെ അവന്റെ ന്യൂനത പിടിക്കാൻ പോണം? ഇല്ല അല്ലാ, ഞാനില്ല അല്ലാ. അതാണ് ഈമാൻ. അതല്ല ഈമാൻ. യേശുക്രിസ്തു പറഞ്ഞ പോലെ തെറ്റ് ചെയ്യാത്തവൻ എറിയുള്ളൂ. ഇങ്ങോട്ടിരുന്നോ ഉസ്താദ്? അവിടെ പോയിരിക്കുന്ന ഇന്നലെ ലേറ്റ് ആവുമെന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ചെന്ന് പറഞ്ഞ ഉസ്താദ് വിഷമിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ കറാമത്ത് പറഞ്ഞതാണ് നമ്മൾ. അല്ല ഉസ്താദിന്റെ കറാമത്ത് പറഞ്ഞാണ്ട് വാക്ക് ചിലപ്പോൾ സൂക്ഷിച്ചോണം ഉസ്താദ് സംസാരിക്കുന്നത്. എല്ലാവരും ഉസ്താദ് പറഞ്ഞാല് അത് റാഹത്തായി എന്നല്ല എൻ്റെ. അത് സ്വാഭാവികമായിട്ട് എല്ലാവരും പറയല്ലേ. ഞാൻ വിചാരിച്ചു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും വേറെ ഉസ്താദായിരുന്നു, ആ ഉസ്താദ് ഇപ്പൊ അങ്ങോട്ട് മാറിയ ബേക്കല ഭാഗത്തേക്ക് അവിടത്തേക്ക് മാറി. ഉസ്താദ് ഇപ്പൊ പുതിയ ആളാണ്. അല്ല സ്വാഭാവികമായിട്ട് അങ്ങനെ ഞാൻ തമാശക്ക് പറഞ്ഞാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ അങ്ങനെ പറയുമല്ലോ. എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു പക്ഷേ ലേറ്റായി പോയെന്താവും. ഞാനൊരു തമാശക്ക് പറഞ്ഞതാണ്. അല്ല ഉസ്താദിന് വിഷമമുണ്ടെന്ന് അറിയില്ല, അതൊന്നുമില്ല. അപ്പൊ അൽഹംദുലില്ലാ. അപ്പൊ ആലിമീങ്ങളുടെ ഒക്കെ വാക്ക് എപ്പോഴും കബൂലിയത്തുണ്ടെന്ന് അതുകൂടെ മനസ്സിലാക്കണം. ഉസ്താദന്മാരിൽ എപ്പോഴും ഖുർആൻ ഓതുന്നവരും പിന്നെ വാള് പറയുന്നവരും നസിഹത്ത് ചെയ്യുന്നവരും ഇബാദത്ത് ചെയ്യുന്നവരും ദിക്ർ ചെയ്യുന്നവരൊക്കെ അല്ലേ. അതുകൊണ്ടൊക്കെ നമ്മൾ ഈ മഹാന്മാരൊക്കെ വിളിച്ചിട്ട് നമ്മൾ ദുആ അർപ്പിക്കുന്നൊക്കെ. അപ്പൊ അതുകൊണ്ട് അവരുടെയൊക്കെ വാക്കുകൾക്ക് എപ്പോഴും ഒരു അസറുണ്ടാവും, എപ്പോഴും ഒരു അസറുണ്ടാവും. അൽഹംദുലില്ലാ. അപ്പൊ അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ ശ്രദ്ധിക്കുക എല്ലാവരും. അല്ലാഹു തആല മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരുടെയും ഐബ് വെളിപ്പെടുത്തപ്പല്ല. ഉമർ റളിയല്ലാഹു തആല കരഞ്ഞുപോയി. സഹോദരാ എന്നോട് പൊറുക്കണം. ഒരു മദ്യപാനിയോട് ദ്വാരപ്പിക്കാൻ എന്നോട് പൊറുക്കണം, മാപ്പ് തരണം, എനിക്ക് നിങ്ങൾ മാപ്പ് തരണം, ഇല്ലെങ്കിൽ ഞാൻ അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റവും വലിയ കുറ്റക്കാരനായി തീരും. എനിക്ക് മാപ്പ് നൽകണം. ഒരു നാടിന്റെ പ്രതിനിധി, ഒരു ഖലീഫയാണ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹമാണ് ഈ മദ്യപാനിയുടെ മുന്നിൽ ചോദിക്കുന്നത് എനിക്ക് പൊരുത്തം തരണമെന്ന്. നമ്മളെ അപേക്ഷിച്ചിടത്തോളം ആരെങ്കിലും ചോദിക്കോ? ഒരാളുടെ എത്ര ഐബുകൾ വെളിപ്പെടുത്തും, എത്ര ഐബുകൾ ഒരാളെ വെളിപ്പെടുത്തും, രഹസ്യങ്ങൾ ചോർത്തിയെടുക്കും. ആ രഹസ്യങ്ങൾ ചോർത്തിയെടുത്താൽ പൊരുത്തമില്ലാതെ മരണപ്പെട്ടു പോയാൽ നാളെ ആഖിറത്തിൽ ഇവന്റെ നന്മ അല്ലാഹു അവനെടുത്ത് കൊടുക്കൂലേ? ഒരാൾക്കെതിരെ ഗീബത്തോ നമീമത്തോ ഏഷണിയോ ദൂഷണമോ പറയാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായി പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, ഒരാളുടെ ഐബ് നമ്മുടെ മൊബൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മളത് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യരുത്. അതാണ് നന്മ, സോഷ്യൽ മീഡിയയിലെ നന്മ. ഈ ഷെയർ ചെയ്താൽ അത് ആ സോഷ്യൽ മീഡിയയിലെ തിന്മ തന്നെയാണ്, യാതൊരു സംശയമില്ല. ഒരാൾക്ക് പറയാൻ പാടില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഹൽ തദ്റൂന മൻ ശിറാറുൻ നാസ്. ജനങ്ങളിൽ നികൃഷ്ടരാരെന്ന് നിങ്ങൾക്കറിയുവോ സ്വഹാബ? ജനങ്ങൾ നിന്ദ്യരാരെന്ന് നിങ്ങൾക്കറിയുവോ സ്വഹാബത്തെ? അള്ളാന്റെ റസൂല്, അള്ളാന്റെ പ്രവാചകനായ ഹബീബായ തങ്ങളെ സ്വഹാബാക്കളോട് ചോദിക്കുകയാണ്. ഖാലൂ അല്ലാഹു വറസൂലുഹു അഅലം. അല്ലാഹു റസൂലുമല്ലാതെ ഞങ്ങൾക്കറിയില്ല ഹബീബേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ദുൽ വജ്ഹൈൻ ഔ ദു ലിസാനൈൻ. രണ്ട് മുഖമുള്ളവരാണ് അല്ലെങ്കിൽ രണ്ട് നാവുകളുള്ളവരാ. ഹബീബ റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബാക്കളോട് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾക്ക് കാര്യം മനസ്സിലായില്ല. ആരാ മോശക്കാരൻ? ജനങ്ങളിൽ മോശം ആരാ?
ഏറ്റവും നികൃഷ്ടനാരാണ്? വൃത്തികെട്ടവനാരാണ്? രണ്ട് മുഖമുള്ളവനാ, രണ്ട് നാവുള്ളവനാണ് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂലിന് കാര്യം മനസ്സിലാക്കി കൊടുക്കുകയാണ് സഹാബാക്കൾക്ക്. യഅതി ബിഹൗലാഇ ബിവജ്ഹിൻ വയഅതി ബിഹൗലാഇ ബിവജ്ഹിൻ. ഒരാളുടെ ഭാഗത്ത് ഒരു മുഖത്തോടുകൂടി പോകും, അതേ വ്യക്തി തന്നെ മറ്റൊരു സന്ദർഭത്തിൽ മറ്റൊരു മുഖ സാദൃശ്യമുള്ളവനായി മാറും. മനസ്സിലായില്ലേ? നമ്മുടെ കാര്യം തന്നെ ഉസ്താദിനോട് വന്ന് പറയും, ലത്തീഫ്ച്ചാക്ക് സപ്പോർട്ട് ചെയ്തിട്ട് പറയും, ലത്തീഫ്ച്ചാക്ക് എതിരായിട്ട് ഉസ്താദിനോട് പറയും. ഉസ്താദിന്റെ കുറ്റം ലത്തീഫ്ച്ചടുത്ത് പോയി പറയും. ഒരേ ഒരാള്, ഉദാഹരണം പറഞ്ഞാണ്, ഉദാഹരണം അങ്ങനെ പറയുന്നില്ല, ഉദാഹരണം പറയാണ്. പള്ളിയിലെ പ്രസിഡന്റിനോട് പോയിട്ട് ഉസ്താദിനെ കുറ്റം പറയും. നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ ഇമാമ് വളരെ മോശമായിട്ടാണല്ലോ പറയുന്നത്. നല്ല മനുഷ്യനായിരിക്കും, ഉസ്താദിനൊക്കെ എപ്പോഴും അത് രാവിലെ കട്ടൻ ചായക്കോ ചേർന്നിരുന്ന് കുടിക്കും, ബിസ്ക്കറ്റൊക്കെ തിന്നുന്ന മനുഷ്യനാണ്. എന്നിട്ട് പോയിട്ട് വിത്തിനെ പറഞ്ഞു കൊടുക്കും. ലത്തീഫ്ച്ചാടേന്ന് ഇവിടെ വന്ന് തിന്നിട്ട് ഇവിടെ വന്നിട്ട് പറയും, ഉസ്താദ് നിങ്ങളെ കുറിച്ച് ലത്തീഫ്ച്ച മോശമായിട്ട് പറയുന്ന, അടുത്ത മാസം നിങ്ങളെ മാറ്റുമെന്നാ തോന്നുന്നത്, സംഭവം കണ്ടിട്ട് അങ്ങനെയാണ്, നിങ്ങളെ എവിടുന്ന് വണ്ടി വിടാൻ തീരുമാനിച്ചിട്ടില്ല, എൻ്റെ അടുത്ത് അങ്ങനെ സംസാരിച്ചിരുന്നു. ഇത് രണ്ടുപേരും ഇതൊന്നും അറിയുന്നില്ല സംഭവം. എന്നാ ഒരാളാണ് പ്രചരിപ്പിക്കുന്നത്. എങ്ങനെ? യഅതി ബിഹൗലാഇ ബിവജ്ഹിൻ വയഅതി ബിഹൗലാഇ ബിവജ്ഹിൻ. മീഡിയകളിലൂടെ ഇങ്ങനെയാണല്ലോ, ഒരു മനുഷ്യനെ കൊണ്ട് എങ്ങനെ വേണമെങ്കിലും എന്തും ചെയ്യിക്കാം. വലത് കൈ കൊണ്ട് വെള്ളം കുടിക്കുന്ന മനുഷ്യനെ ഇടത് കൈ കൊണ്ട് വെള്ളം കുടിപ്പിക്കുന്നതായിട്ടാക്കും. വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിനെ ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നവനായിട്ട് മീഡിയക്കകത്താക്കി കൊടുക്കും. ആവശ്യമില്ലാത്ത പരിപാടികളൊക്കെ ചേർത്ത് വെച്ചു കൊടുക്കും. എന്നിട്ട് നിസ്കരിക്കാനും വരും, നോമ്പ് കുടിക്കാനും വരും, ഇബാദത്തെടുക്കാനും വരും. അപ്പൊ ഇവിടെ വരുമ്പോ ഒരു മുഖം, അവിടെ മീഡിയക്കകത്ത് കയറുമ്പോൾ മറ്റൊരു മുഖം. അപ്പൊ ആരായിവൻ? ഇവൻ ജനങ്ങളിൽ ദുഷിച്ചവനാണ്, നികൃഷ്ടനാണ് നബിയുനാ റസൂലുള്ളാഹി. ഇവനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ വാക്കെന്താ? വൻ കാന ദാ ലിസാനൈൻ ഫഇന്നല്ലാഹ യജഅലു ലഹു ലിസാനൈൻ മിൻ നാർ. ആരെങ്കിലും ദുനിയാവിൽ രണ്ട് നാവോടുകൂടി സഞ്ചരിച്ചാൽ, രണ്ട് മുഖഭാവത്തോടുകൂടി സഞ്ചരിച്ചാൽ, നാളെ ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന്റെ തീയാലുള്ള രണ്ട് നാവ് ഇവന് നൽകുമത്രേ. നരകത്തിന്റെ രണ്ട് നാവ്, നരകത്തിന്റെ രണ്ട് നാവ് അല്ലാഹു തആല ഇവന് നൽകും. നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ഒരാളുടെ ഐബ് നമ്മൾ മറ്റുള്ള മുന്നിൽ വെളിപ്പെടുത്താൻ പാടില്ല. അല്ലാഹു നമ്മളെ നാണം കെടുത്തി കളയും. ഇതിങ്ങനെ ചുറ്റിത്തിരില്ല, നമീമത്തി എന്ന് പറയും. ഇതിങ്ങനെ വെറുതെ ഇവന്റെ കാര്യം അവിടെ പറയുക, അവന്റെ കാര്യം ഇവിടെ പറയുക, വെറുതെ വാട്സപ്പ് എടുത്ത് ഗ്രൂപ്പ് ഇട്ട് അങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് തിരിച്ച്, ആവശ്യമില്ല, അവിടെ സമയം വേസ്റ്റാണ്. ലാ തുളയ്യൂ ഔഖാതകും ഫഇന്നൽ വഖ്ത ദഹബുൻ വലാ തുളയ്യൂഹാ. സമയം നിങ്ങൾ വേസ്റ്റാക്കല്ലേ, അത് സ്വർണ്ണാണ്. സമയം അമൂല്യ നിധിയാണ്, അമൂല്യ സമ്പത്താണ്. അത് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ആവശ്യമില്ലാത്ത കടിപിടിക്ക് വേണ്ടി നിങ്ങൾ സമയം ചെലവാക്കാൻ പാടില്ല. നന്മകൾക്ക് വേണ്ടി നിങ്ങൾ ആ സമയം ചെലവാക്കുക. ഇതൊക്കെ നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ മുന്നിൽ ഇതിന് ചോദ്യമുണ്ടാകും. നിങ്ങൾ ആവശ്യമില്ലാത്ത ചർച്ചയ്ക്ക് വേണ്ടി, തർക്കങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ ഇതിനു വേണ്ടി പരിശ്രമിച്ചാൽ തീർച്ച നാളെ ആഖിറത്തിൽ അതിന്റെ നഷ്ടമുണ്ടാകും. നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അന സഈമുൻ ബിബൈത്തിൻ ഫീ റബദിൽ ജന്ന. സ്വർഗത്തിന്റെ കൊട്ടാരം കൊണ്ട്, സ്വർഗത്തിന്റെ പൂമുഖത്ത് ഞാൻ ഇതാ ഒരു ഭവനം കൊണ്ട് ഞാൻ വാഗ്ദാനം ചെയ്യുകയാ. ഏ ഉമ്മത്തികളെ, നിങ്ങൾക്ക് സ്വർഗലോകത്തൊരു കൊട്ടാരം വേണമോ? ആ കൊട്ടാരം നിങ്ങൾക്ക് നൽകാമെന്ന് ഞാൻ ഇതാ ഉറപ്പ് നൽകുകയാണ്. ഫീ റബദിൽ ജന്ന. അത് സ്വർഗത്തിന്റെ പൂമുഖത്താണ്, സ്വർഗത്തിന്റെ പൂമുഖത്താണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ, ആർക്കാണ് ഹബീബ് ഈ സ്വർഗത്തിന്റെ കൊട്ടാരവുമായി അങ്ങ് സാക്ഷ്യം വഹിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലിമൻ തറക്കൽ മിറാ വഇൻ കാന മുഹിഖാ.
സത്യമാണ് നീ പറയുന്നതെങ്കിൽ പോലും തർക്ക വിതർക്കങ്ങൾ ഒഴിവാക്കണമേ, തർക്കങ്ങൾ ഒഴിവാക്കണമേ. തർക്കങ്ങൾ ഒഴിവാക്കുന്ന വ്യക്തിക്ക് ഞാനിതാ സ്വർഗം കൊണ്ട് സാക്ഷ്യം വഹിക്കുകയാ, ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ. തർക്കം ഒഴിവാക്കുന്നവർക്ക് എന്തിനാ തർക്കിക്കുന്നത്? എന്തിനാ തർക്കിക്കുന്നത്? ആരാ നാളെ ആഖിറത്തിൽ രക്ഷപ്പെടുന്നത് നമുക്കറിയില്ലല്ലോ. വെറുതെ നമ്മൾ മീഡിയയിലൂടെ ആവശ്യമില്ലാത്ത തർക്കം, അവൻ അങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ്, അവൻ ഇങ്ങനെ, മറ്റൊന്നാണ്. ഇപ്പൊ അബൂബക്കർ ഖാസിമിനെ കുറിച്ച് മോശമായിട്ട് പറയാം, ചുമ്മാ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വെറുതെ അങ്ങോട്ട് കുറ്റം പറയും. സുന്നത്ത് ജമാഅത്തിനെതിരായ ആളാണ്, മറ്റേ ആളാണ്. സുന്നത്ത് ജമാഅത്തിന്റെ അഹലുകാരനാണ്. ഇല്ല, ഞാൻ 10, 5, 6, 7 വർഷമായിട്ട് പോയി കാസർഗോഡ് ഞാൻ ഈ ഭാഗങ്ങളെല്ലാം പ്രസംഗിക്കുന്നു. എല്ലാവരും എന്നെ വിളിച്ച് ഉസ്താദ് നിങ്ങളെ കുറിച്ച് ഇങ്ങനെ ഒരു പരാതി ഉണ്ടല്ലോ, അതുണ്ടല്ലോ, ഇതല്ല. ഇതിനൊന്നും മറുപടി പറയണേ ഈ പാവപ്പെട്ടവൻ പോവില്ല. എത്ര നമ്മളെ ചൊടിപ്പിച്ചാലും ഇഷ്ടമുള്ളവൻ വിളിക്കട്ടെ, ഇഷ്ടമില്ലാത്തവൻ വിളിക്കണ്ട. ഞാൻ സുന്നത്ത് ജമാഅത്തുകാരനാണ്, നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. സുന്നത്ത് ജമാഅത്തുകാരനല്ലെങ്കിൽ വാങ്ങൽ വിളിക്കണ്ട. ഖലാസ്, തീർന്നല്ലോ സംഭവം, പ്രശ്നം തീർന്നില്ലേ? 2 ദിവസം റെസ്റ്റ് എടുക്കാം പുരയിലിരുന്ന് റാഹത്തായിട്ട്. അള്ളാഹ് എവിടെല്ലാം ദീൻ പറയാൻ പോകണം തീരുമാനിച്ചാൽ അവിടെ എല്ലാം പോയേ പറ്റുള്ളൂ. അത് അള്ളാന്റെ തർത്തീബാണ്. അതിന് ആര് തടഞ്ഞാലും അത് തടയാൻ പറ്റൂല. സംഭവം ആര് വേണം തടയാൻ പറ്റില്ല. വലിയ വലിയ മഹാന്മാര്, മശായിഖന്മാര്, സ്വാലിഹീങ്ങളെ സുന്നത്ത് ജമാഅത്തിന്റെ അഹലുകാരല്ല എന്ന് പറയുന്നു. പിന്നെ ഈ പാവം പിടിച്ച ഈ സാധുവായ സീറോ ആയ എന്നെ കുറിച്ച് പറയുന്നില്ല, എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഏറ്റവും വലിയ ബലഹീനൻ, ഒന്നുമില്ലാത്തവൻ, വിവരമില്ലാത്തവൻ. നിങ്ങളുടെ മുന്നിലൊക്കെ വന്ന് ഇൽമു പറയാൻ തൗഫീഖ് കിട്ടിയതിന് അള്ളാഹുവിൽ ഞാൻ അൽഫ് ശുക്ർ, അള്ളാഹ്ക്ക് ഞാൻ കോടിക്കണക്കിന് ശുക്ർ ഞാൻ അള്ളാഹുവിന് ഞാൻ നൽകുകയാണ്, പറയുകയാണ് പടച്ചവൻ. കാരണം എനിക്ക് ഈ സാധുവായ, എനിക്ക് വിവരമില്ലാത്ത എനിക്ക് നിങ്ങളുടെ മുന്നിൽ വന്ന് ഇൽമു പറയാൻ പറ്റിയില്ലേ? ഇത്രയും ആളുകൾ എതിർത്തിട്ടും. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞു സോഷ്യൽ മീഡിയയെ കുറിച്ച് വന്നതുകൊണ്ട് പറഞ്ഞില്ല, ഞാൻ ഇത് പറയൂല. സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ എപ്പോഴും ചുമ്മാ ചർച്ച, വെറുതെ ആവശ്യമില്ലാത്ത ആൾ അങ്ങനെ കാണിച്ചു, ഇങ്ങനെ കാണിച്ചു, ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, എന്ത് പറഞ്ഞു, എന്ത് കാണിച്ചു, എന്ത് ചെയ്തു എന്ന് അതിന്റെ നിജസ്ഥി മനസ്സിലാ. അവിടെയും കട്ട് ചെയ്യും, മാ ഖബലും മാ ബഅദും കട്ട് ചെയ്തിട്ട് നടുക്കുള്ളത് മാത്രം എടുത്തിട്ട് കൊടുക്കും. സംഭവം മനസ്സിലായില്ലേ? ഇപ്പുറത്തും കട്ട് ചെയ്യും, ഇപ്പുറത്തും കട്ട് ചെയ്യും, എന്നിട്ട് അതിൽ മാത്രം എടുത്തു കൊടുക്കും. അപ്പൊ ഈ പി ഉസ്താദ് ഇങ്ങനെയാ, ഈ പി അങ്ങനെയാ, ഈ പി ഇങ്ങനെയാ, അദ്ദേഹത്തെ അടുത്ത വർഷം വാതിന് വിളിക്കരുത്, നമ്മൾ വാതിന് വിളിക്കരുതപ്പാ, അയാൾ സുന്നത്ത് ജമാഅത്തിനെതിരായ ആളപ്പാ. അൽഹംദുലില്ലാ അപ്പാ, എപ്പെങ്കിലും മനസ്സിലായല്ലോ അപ്പാ, വിളിക്കല്ലേ അടുത്ത വർഷം. നല്ല കാര്യം. നമ്മളാരോടും പോയി ചോദിക്കാറില്ല അള്ളാഹുവെ നമ്മളെ കാസർഗോട്ടുകാരെ വിളിക്കണമെന്നും കൊല്ലക്കാരെ വിളിക്കണമെന്നും കർണാടകക്കാരെ വിളിക്കണമെന്നും നമ്മൾ ദ്വാരക്കാരില്ല. അള്ളാഹ് പറയുന്നു, പോകുന്നു, ഖലാസ്. അള്ളാഹ് പറയുന്നു, പോകുന്നു. ഇത് അള്ളാഹ് തരുന്ന പ്രത്യേകമായ കഴിവാണ്. അള്ളാഹ് തരുന്ന കഴിവുകൊണ്ട് മാത്രമാണ് ശ്രമിക്കുന്നത്. അള്ളാഹ് തരുന്ന കഴിവുകൊണ്ട് മാത്രമാണ് ഈ ആളുകളെ കിട്ടുന്നത്. ഇതൊക്കെ അള്ളാന്റെ തർത്തീബാണ്, അള്ളാന്റെ തീരുമാനമാണ്. അവൻ തീരുമാനിക്കുന്നു നീ പോകണ്ട, അവൻ തീരുമാനിക്കുന്നു പ്രശ്നിക്കണമെന്ന് യാഥാർത്ഥ്യമായിരിക്കും. അതുകൊണ്ട് ഒരു വ്യക്തിയെക്കുറിച്ച് അറിയാതെ, മനസ്സിലാക്കാതെ, വെറുതെ ആവശ്യമില്ലാതെ മീഡിയകളിലൂടെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് പ്രചരിപ്പിക്കരുത്. അത് നിങ്ങൾക്ക് ഞാൻ തരുന്ന ഉപദേശം. പക്ഷെ നിങ്ങളുടെ മൊബൈലിൽ ഇത് സംഭവം വന്നു. ഞാൻ ഈ അടുത്ത സമയത്ത് അൻസിബ ഹസൻ എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമാ നടിയുണ്ട്, ഒരു സിനിമാ നടി അൻസിബ ഹസൻ. അറിയായിരിക്കും അല്ലേ? ചെറുപ്പക്കാർക്കൊക്കെ അറിയായിരിക്കും. അൻസിബ ഹസൻ എന്ന് പറഞ്ഞൊരു സിനിമാ നടി, മുസ്ലിമാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും ഇല്ലേ? അറിയാവോന്ന് ചോദിച്ചാൽ അറിയാന്ന് പറഞ്ഞ സിനിമ ആണെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി പോകും. അതുകൊണ്ട് ആരും മിണ്ടാത്തത്. എന്തായാലും പോട്ടെ, ഹൈർ അല്ലെന്നും അതൊന്നും വലിയ കാര്യമില്ലപ്പാ. അതിനകത്ത് നമ്മളിപ്പോൾ എപ്പോഴും വാർത്തകളൊക്കെ നോക്കുന്നത് നമുക്കിപ്പോൾ ഓരോ വ്യക്തിയുടെ പേര് പറയുന്നുണ്ട്. ഇപ്പം ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ കുറേ ഭാവന ഷൂട്ടിങ് കഴിഞ്ഞ് പോയപ്പോൾ ഭാവനയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് പത്രത്തിൽ വന്നു. അത് നോക്കുമ്പോൾ ഇതൊക്കെ വാർത്തയല്ല. ഇത് വാർത്ത മനസ്സിലാക്കിയെങ്കിൽ നമുക്ക് അടുത്ത് പ്രസംഗിക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കണ്ടേ? ഇന്നത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രസംഗിക്കാൻ ഇതൊക്കെ നോക്കുന്നുണ്ട്. അതൊന്നും ഒരു പ്രശ്നമാക്കണ്ട, അതൊന്നും ഒരു വിഷയമല്ല. നമ്മൾ സൂക്ഷിക്കുക, അത്രയേ ഉള്ളൂ. അപ്പൊ ഈ അൻസിബ ഹസനെതിരെ ഞാൻ ഈ കാസർഗോഡ് തന്നെ ഞാൻ എതിർത്ത് പ്രസംഗിച്ചു. ഞാൻ ബന്ദിയോട് വന്നപ്പോൾ ഞാൻ പ്രസംഗിച്ചു, നരകത്തെ നിഷേധിച്ചു എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് കണ്ടിട്ട്, ഇതേപോലെ മീഡിയയിൽ കണ്ടിട്ട് ഞാൻ അവളെ വിമർശിച്ചു പ്രസംഗിച്ചു. നരകത്തിനെ നിഷേധിക്കുന്നവളാണ്, നരകത്തെ എതിർക്കുന്നവളാണ്, ആ മുസ്ലിമായ ആ സിനിമാ നടി നരകത്തെ എതിർക്കുന്നവളാണ് എന്ന ഒരു പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് വലിയ വിഷമായി പോയി. ആരാ പറഞ്ഞത് നരകത്തിൽ പിന്നെ സിനിമ നടിക്കുന്നവർ നരകത്തിൽ പോകുന്ന ആരാ പറഞ്ഞതെന്നൊക്കെ ഉള്ള ഒരു തലക്കെട്ടില് അങ്ങനെ ഒരു എൻഡിങ്ങിൽ ഒരു പോസ്റ്റ് വന്നപ്പോൾ എനിക്ക് വിഷമായി പോയി. ഞാൻ അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കാതെ കണ്ട് വളരെ ശക്തമായി ഞാൻ അതിനെക്കുറിച്ച് പ്രതികരിച്ചു. ഞാൻ ഈ ബന്ദിയോട് അടുത്ത സമയത്ത് അടുക്കും ബന്ദിയോട് കഴിഞ്ഞ 5-6 മാസത്തിന് മുമ്പ് പ്രസംഗിക്കാൻ വന്നപ്പോൾ ഞാൻ അവിടെ വളരെ ഗൗരവത്തോട് പറഞ്ഞപ്പോൾ എന്തോ ഞാൻ അതിരുവിട്ട് അങ്ങോട്ട് പറഞ്ഞുപോയി. ഞാൻ പിന്നീട് അത് എൻ്റെ സുഹൃത്തുക്കൾ അത് കട്ട് ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നപ്പോൾ ഞാനത് കേട്ടപ്പോഴാണ് പടച്ചോൻ ഇത്രയ്ക്കും ഗൗരവത്തോടു കൂടിയാണ് ഞാൻ പറഞ്ഞതെന്നറിയില്ല. നരകത്തെക്കുറിച്ച് അത്രയ്ക്കും കട്ടിക്ക് പറഞ്ഞുപോയി. എന്തായാലും അവളുടെ മനസ്സിൽ അതൊരു മാറ്റം ഉണ്ടാക്കി. അവൾ എന്നെ വിളിച്ചു,
കഴിഞ്ഞ ഡിസംബർ 31 എന്നെ വിളിച്ചു. അവളും വിളിച്ചു. അവളുടെ സഹോദരൻ എന്ന പേരിൽ ഒരാളെന്നെ വിളിച്ചു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കാണ് സംഭവം, നിങ്ങൾ ഏതാടിസ്ഥാനത്തിൽ ഇങ്ങനെ സംസാരിച്ചത്, അങ്ങനെ ഇങ്ങനെ ചോദിച്ചു. അപ്പൊ അവളും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദ് ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടേ ഇല്ല, റബ്ബിനാണ് സത്യം, ആണായിട്ട് പറയും, റബ്ബിനാണ് സത്യം, ഞാൻ അങ്ങനെ പറയാം. ഞാനൊരു ഖുർആൻ ഞാൻ പഠിച്ചവളാണ്, ഞാൻ ഖുർആൻ പഠിച്ചിട്ട് ഞാൻ അതിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങിയവളാണ്, ഞാൻ ആഖിറത്തെ പേടിക്കുന്നവളാണ്, മരണത്തെ പേടിക്കുന്നവളാണ്, നരകത്തെ ഭയപ്പെടുന്നവളാണ്, ഞാൻ മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നവളാണ് എന്ന് കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ പത്രത്തിൽ ഇങ്ങനെ മീഡിയയിൽ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാണ് നീ പൊരുത്തപ്പെട്ടവരെ, ഞാൻ ഇൻഷാ അല്ലാഹ് ഇന്ന് തന്നെ ഞാനത് മാറ്റി പറഞ്ഞേക്കാം. ഞാൻ ഡിസംബർ 31 എനിക്ക് കോഴിക്കോടായിരുന്നു പ്രസംഗം, ഞാൻ അന്ന് അവിടെ പ്രസംഗിച്ചത്. പിന്നെ പല സ്ഥലങ്ങളിലും ഞാൻ പ്രസംഗിച്ചു. കാരണം നിരപരാധിത്വം നമ്മൾ പറഞ്ഞു, കാരണം നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നുപോയ അപാകതയാണ്, നാളെ ആഖിറത്തിൽ നമ്മൾ പിടിച്ചു നിർത്തപ്പെടും. അതുകൊണ്ട് ഞാൻ അവൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു, ഞാൻ മാറ്റി പറയാം, എന്റെ ഭാഗത്ത് നിന്ന് വന്ന വീഴ്ചയാണ്, ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ സംസാരിക്കും. അതോടുകൂടി ഞാൻ ഒരു തീരുമാനം എടുത്തു, ഈ മീഡിയയിൽ കാണുന്നത് നമ്മൾ ഇനി പറയാൻ പാടില്ല, പ്രസംഗിക്കാൻ പാടില്ല. ചിലപ്പോൾ ആവശ്യമില്ലാത്തതായിരിക്കും. എന്റെ എതിരാളികൾ എനിക്കെതിരെ എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്യും, അതെടുത്ത് വെച്ചിട്ട് ഒന്നും അറിയാതെ സംസാരിക്കും, അങ്ങനെ സംസാരിക്കും. നമ്മുടെ ഉസ്താദന്മാര് പണ്ഡിതന്മാരടക്കം അബൂബക്കർ മുസ്ലിയാർ ആരാണെന്ന് എന്നെ പോലും അറിയാത്ത ആളുകൾ എനിക്കെതിരെ ധാരാളം പ്രഭാഷണങ്ങളും ധാരാളം മെസ്സേജുകളും വിടുന്നു. എന്നെ ഇന്നുവരെ കണ്ടിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല. പിന്നെ എന്റെ രഹസ്യങ്ങൾ അദ്ദേഹത്തിന് എങ്ങനെ അറിയാം, എന്റെ ആദർശങ്ങൾ അദ്ദേഹത്തിന് എങ്ങനെ അറിയാം? ഉദാഹരണം പറയാൻ, അപ്പൊ എന്റെ പച്ച ഇറച്ചി തിന്നുമ്പോൾ നാളെ ആഖിറത്തിൽ അള്ളാഹുവിന്റെ മുന്നിൽ അദ്ദേഹം എന്നോട് പൊരുത്തം ചോദിക്കാതെ അള്ളാഹ് അങ്ങനെ പൊരുത്തപ്പെട്ടു കൊടുക്കും. അതുകൊണ്ട് നമ്മൾ ഉലമാക്കളെന്നല്ല, ഒരു വ്യക്തികളെ കുറിച്ചും നമ്മൾ പരാമർശിക്കരുത്, സൂക്ഷിക്കണം. മീഡിയകൾ പ്രത്യേകമായി സൂക്ഷിക്കണം. നിങ്ങൾക്ക് പല ഗ്രൂപ്പുകളുണ്ട്, ആ ഗ്രൂപ്പിൽ ഒരാളെ, ഏത് ഗ്രൂപ്പിലെ ആലിമികളെ ആയാലും കരിവാരി തേച്ച് കൊണ്ടുവരുന്ന മെസ്സേജുകൾ നിങ്ങൾ ഫോർവേഡ് ചെയ്യരുത്, ഡിലീറ്റ് ആക്കി കളയണം. അത് ഞാൻ പറയുന്ന വാക്കാണ്, നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കിയാൽ മതി. അത് ഏത് ഗ്രൂപ്പിലെ ആലിമാകട്ടെ, ഏത് ഗ്രൂപ്പിലെ സഹോദരങ്ങളാകട്ടെ, ഒരു വ്യക്തിഹത്യ നടത്താനുള്ള ഒരു തീരുമാനമാണ് നിങ്ങളുടെ ഈ സോഷ്യൽ മീഡിയകളുടെ പ്രയോജനമെങ്കിൽ, പ്രവർത്തനമെങ്കിൽ, അതിനുവേണ്ടിയാണ് നിങ്ങൾ സമയം മെനക്കെടുന്നതെങ്കിൽ നാളെ അള്ളാഹുവിന്റെ മുന്നിൽ നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. ഒരു വ്യക്തി ആരാണ്, അദ്ദേഹത്തിന്റെ വ്യക്തിത്വം എന്താണ്, ഇത് നമുക്കറിയാം. അറിയുകയില്ല. നമ്മൾ വിചാരിക്കും ഞാൻ നല്ലവനാണ്, ഞാൻ നല്ലവനായതുകൊണ്ടാണ് ഞാൻ മറ്റുള്ളവനെ കുറ്റം പറയുന്നത്. ഇല്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു സ്വഹാബി വഫാത്തായി കിടക്കുകയാ. സ്വഹാബാക്കൾ എല്ലാവരും ആ മയ്യത്തിന്റെ അരികിലേക്ക് പോവുകയാണ്. തൂഫിയ റജുലുൻ മിന സ്വഹാബാ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആ മയ്യത്തിന്റെ അരികിലേക്ക് എത്തുകയാണ്. ഒരു സ്വഹാബി കടന്നു വന്നിട്ട് പറയുന്നു, ഫഅബ്ശിർ ബിൽ ജന്നാ നബിയേ, ഇദ്ദേഹത്തിന് സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കൂ ഹബീബേ, സ്വർഗ്ഗം കൊണ്ടുള്ള സന്തോഷ വർത്തമാനം അറിയിക്കൂ ഹബീബേ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ തഖുൽ ഹകദാ ഇന്നക ലാ തദ്രി ഫലഅല്ലഹു അയതകല്ലമ ഫീമാ ലാ യഅനി ഔ കമാ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പറയരുതേ സഹോദരാ, അങ്ങനെ പറയരുതേ സഹോദരാ, നിനക്കറിയില്ല ഇദ്ദേഹം മരണത്തിന് മുമ്പ് അദ്ദേഹത്തിന്റെ നാവ് കൊണ്ട് അരുതാത്തത് വല്ലതും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സ്വർഗം ഒരു പക്ഷേ നിഷിദ്ധമായേക്കാം. അതുകൊണ്ട് സ്വർഗാവകാശിയാണെന്ന് പറയരുതേ. ഔ കമാ ഖാല റസൂലുള്ളാഹി. നമുക്കെന്താ അവകാശം? നമ്മുടെ നാവ് പഴിച്ചാൽ ആഖിബത്ത് മോശമായി പോകും. ആലിമീങ്ങളെ നമ്മൾ കുറ്റം പറഞ്ഞിക്കണ്ട, സാധാരണക്കാരനെ കുറ്റം പറയാൻ നിൽക്കണ്ട, ഒരു വ്യക്തിക്ക് നമ്മൾ വ്യക്തിഹത്യ ചെയ്യാൻ നിൽക്കണ്ട. ആഖിബത്ത് മോശമായി പോകും, നാവ് മോശമായി പോകും. ഒരാൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ വന്നിട്ട് പറയുന്നു, ഔസിനി യാ റസൂലല്ലാഹ്, എനിക്കൊരു ഉപദേശം നൽകുമോ ഹബീബേ, ഒരു ഉപദേശം നൽകുമോ റസൂലേ. ഫഅഖദ ബികഫിഹി, അല്ലാഹുവിന്റെ റസൂൽ തന്റെ നാവ് പിടിച്ചിട്ട് പറയുകയാ, കുഫ അൻക ഹാദാ, ഈ നാവെന്ന് പറയുന്ന സാധനത്തെ നീ സൂക്ഷിക്കണേ, അതാണ് നിനക്ക് നൽകുന്ന ഉപദേശമെന്ന് ഔ കമാ ഖാല റസൂലുള്ളാഹി. നാവ് സൂക്ഷിക്കണം. സ്വർഗ്ഗത്തിൽ പോകാനുള്ള വഴിയായി പറയുക, നാവ് പ്രയോജനപ്പെടുത്തുക. മോശമായ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളത് ഉപയോഗിക്കരുത്, അത് പ്രയോജനപ്പെടുത്തരുത്. അത് നാളെ ആഖിറത്തിൽ നമുക്ക് ശിക്ഷയുള്ള കാര്യമാണ്.
ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഇയ്യാക വൽ ഗീബാടെ ന്യൂനത നിങ്ങൾ പറയരുത്, പ്രചരിപ്പിക്കരുത്, നിങ്ങളത് സൂക്ഷിക്കണേ. അങ്ങനെ പറയുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് ഫഇന്നഹാ ഇദാമു കിലാബിന്നാസ്, ജനങ്ങളിൽ നികൃഷ്ടായ നിന്ദ്യരായ നായിക്കളുടെ സ്വഭാവമുള്ളവരുടെ കാര്യമാണ്, അവരുടെ ഭക്ഷണമാണ്. ഒരാളെ കുറിച്ചുള്ള ന്യൂനതകളും ഗീബത്തുകളും നമീമത്തുകളും പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നത് ജനങ്ങളിൽ പട്ടികളുടെ സ്വഭാവക്കാരുടെ ഗുണമാണ്. പട്ടികളായവരെ നായ്ക്കളാണെന്ന് നബിതങ്ങൾ പറഞ്ഞത്. ഇന്നഹ ഇദാമു കിലാബിന്നാസ്, ജനങ്ങളുടെ നായ്ക്കളാണ് ആ പ്രചരിപ്പിക്കുന്ന അനാവശ്യങ്ങൾ അവനാവശ്യങ്ങൾ. വലിയ വാക്കല്ലേ ഇതൊക്കെ? ഇതൊക്കെ സൂക്ഷിക്കേണ്ട വാക്കുകളാണ്. പക്ഷെ ഇത് ഖുർആൻ പറയുന്ന വാക്കുകളാണ്. അതുകൊണ്ട് ഒരാളെ നമ്മൾ കളിയാക്കാനോ ഒരാളെ നമ്മൾ പരിഹസിക്കാനോ ഈ മീഡിയകൾ ഉപയോഗിക്കരുത്. ഖുർആൻ യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗം അസാ അൻ യകൂനൂ ഖൈറൻ മിൻഹും വലാ നിസാഉം മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുൻ. ഏ സത്യവിശ്വാസികളെ, നിങ്ങൾ മറ്റൊരാളെ പരിഹസിക്കരുത്. പരിഹസിക്കപ്പെടുന്നവർ പരിഹസിക്കുന്നവരെക്കാൾ ശ്രേഷ്ഠരായേക്കാം. ഏ സത്യവിശ്വാസിനികളെ, ഏ പർദ്ദ ധരിക്കുന്നവരെ, നമസ്കാരമുള്ളവരെ, നിഖാബിടുന്നവരെ, ബുർഖ ധരിക്കുന്നവരെ, എന്റെ പൊന്നുപെങ്ങളെ, നിങ്ങൾ മറ്റൊരു സ്ത്രീകളുടെ മാനം കവരാൻ ഒരു വാക്കുപോലും പറയരുതേ. അവളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തരുതേ, അവളുടെ മാനത്തിന് ഹാനി വരുത്തരുതേ, അവളുടെ ഐബുകളെ വെളിപ്പെടുത്തരുതേ, അവളുടെ ന്യൂനതകൾ പ്രചരിപ്പിക്കരുതേ, അവളെ പരിഹസിക്കരുതേ. പരിഹസിക്കപ്പെടുന്നവളെക്കാൾ പരിഹസിക്കുന്നവരെക്കാൾ ശ്രേഷ്ഠരായേക്കാൾ പരിഹസിക്കപ്പെടുന്നവൾ. ഖുർആൻ. ആണും പറയരുത്, പെണ്ണും പറയരുത്. ആ പണി നമുക്കില്ല. അമൽ ചെയ്യുള്ള സമയം കൊണ്ട് ഒരാളുടെ കുറ്റവും കുറവും നോക്കാതെ നമ്മുടെ കുറ്റത്തിലേക്ക് നോക്ക്. ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ കാര്യം അതാണ്. മറ്റുള്ളവരുടെ ന്യൂനതകൾ നോക്കുന്നതിനേക്കാൾ നിന്റെ ന്യൂനതകളിലേക്ക് നീ നോക്കണേ. നിന്റെ ശരീരത്തെ നീ ഒന്ന് ഗവേഷണം ചെയ്യ്, ഒരു സ്കാൻ ചെയ്യ്. ഞാനാരാണ്? എന്റെ പ്രവൃത്തി എന്താണ്? ഞാൻ രാത്രി എങ്ങനെയാണ്? ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയാണ്? ഞാൻ അന്യ പെണ്ണുങ്ങളുമായിട്ട് എങ്ങനെയാണ്? സ്വന്തം ചിന്തിക്ക്, എന്നിട്ട് മറ്റുള്ളവന്റെ ന്യൂനത അളക്കാൻ നിൽക്ക്. ഒരാളുടെ രഹസ്യമായ ഫോട്ടോ എടുക്കരുത്. ഒരാളുടെ സംസാര രഹസ്യമായിട്ട് നമ്മളത് റെക്കോർഡ് ചെയ്യരുത്. ഗവൺമെന്റ് പോലും നമ്മൾ അവരോട് ഫോൺ വിളിക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് എന്താ? സംരക്ഷണത്തിന് വേണ്ടി, സുരക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പറയുന്ന വാക്കുകൾ ഞങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതാണ് എന്ന് അവർ പോലും പറയും. അവർ പറഞ്ഞിട്ട് നമ്മുടെ വാക്കുകൾ റെക്കോർഡ് ചെയ്യുള്ളൂ. ഇത് നമ്മൾ ആരും റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് പറയാറില്ല. പറയുന്ന വാക്കുകൾ നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണ്. ഇനി നിങ്ങളുടെ മൊബൈലിൽ അങ്ങനത്തെ ഓപ്ഷൻ ആണെങ്കിൽ ആ റെക്കോർഡ് നിങ്ങൾ ക്യാൻസൽ ആക്കി കളയണം, ഡിലീറ്റ് ആക്കി കളയണം. പാടില്ല. രഹസ്യമായിട്ട് തന്നെ മൊബൈൽ നമ്മൾ രഹസ്യമായിട്ട് റെക്കോർഡ് ചെയ്യാൻ പാടില്ല. അത് തെറ്റാണത്, നമ്മൾ പറയുന്ന വാക്ക്. എന്നിട്ട് അത് അടർത്തിയെടുത്ത് നെറ്റിലിട്ട് കൊടുക്കുന്നു. ഏറ്റവും വലിയ ദുൽമാണ്. അവൻ കാണിക്കുന്ന ഏറ്റവും വലിയ ദുൽമാണ്. നിന്നെ വിശ്വസിച്ച് നിന്നോട് ഞാനൊരു വാക്ക് സംസാരിച്ചാൽ അത് നീ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്താൽ അത് അമാനത്തിന് വിപരീതമാണ്. യാതൊരു സംശയമില്ല. നിന്നെ വിശ്വസിച്ചല്ലേ സംസാരിക്കുന്നത്? മൊബൈലിലൂടെ നിന്നോട് സംസാരിക്കുമ്പോൾ നിന്നെ വിശ്വസിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. നീ അത് രഹസ്യമായിട്ട് ഒപ്പിയെടുത്ത് വെച്ചിട്ട്, രഹസ്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് മറ്റൊരാൾക്ക് നീ അയച്ചു കൊടുക്കുക, മറ്റൊരാൾക്ക് നീ ഇട്ടുകൊടുക്കുക, നെറ്റിലിട്ടെടുക്കുക. വഞ്ചനയല്ലേ? വഞ്ചനാ കുറ്റത്തിന്റെ പേരിൽ റബ്ബിന്റെ മുന്നിൽ നിന്നെ പിടിച്ചു നിർത്തപ്പെടും. യാതൊരു സംശയമില്ല. അത് അമാനത്തിന് വിപരീതമാണ്. അല്ലാഹു പറഞ്ഞു ഖുർആനിൽ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂനുല്ലാഹ വറസൂൽ വതഖൂനൂ അമാനാതികും വഅൻതും തഅലമൂൻ. ഏ സത്യവിശ്വാസികളെ, ഏ സത്യവിശ്വാസിനികളെ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും സത്യവിശ്വാസികളെയും വഞ്ചിക്കരുതേ. നിങ്ങളുടെ
നിങ്ങളുടെ അമാനത്തുകൾ നിങ്ങൾ വഞ്ചിക്കരുത്. നിങ്ങളെ വിശ്വസിച്ചാണ് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നത്, നിങ്ങളെ വിശ്വസിച്ചാണ് നമ്മുടെ ഒരു കുട്ടിയെ നിങ്ങളുടെ മുന്നിലേക്ക് വിടുന്നത്. ഒരു കാരണവശാലും നീ വഞ്ചിക്കരുത്. പരിശുദ്ധമായ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ. അല്ല കുഴപ്പമില്ല, ഞാൻ 11:30 1 മണിക്കൂർ പ്രസംഗിക്കാം. എനിക്ക് നാളെ പുറയ്ക്ക് പോകണ്ട, ഞാൻ പകലാണ് നാളെ പരിപാടി. എനിക്ക് നിങ്ങൾ ഇരുന്ന് തന്നാൽ മതി, വാശി എടുക്കാൻ നിൽക്കണ്ട. ഇപ്പം എടുത്ത് വാശി എടുത്താൽ പ്രസംഗിക്കും. ഞാൻ ഇന്നലെ എറണാകുളത്ത് പ്രസംഗമായിരുന്നു. 4 വർഷമായിട്ട് അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളോട് പോടനെ പറഞ്ഞ് എല്ലാ വർഷങ്ങളും പ്രസംഗം കുറച്ചേ പറയുള്ളൂ എന്ന് ഭയങ്കര പരാതി. കുറച്ചൊന്നും ഞാൻ 1.5 മണിക്കൂർ ഏറ്റവും കുറഞ്ഞ എൻ്റെ പ്രസംഗം. അതിൽ കൂടുതൽ എന്തിനിപ്പം പ്രസംഗം? 1.5 മണിക്കൂർ പ്രസംഗം തന്നെ പോരെ, അതിൽ കുറച്ച് ഞങ്ങൾ പ്രസംഗിക്കാറില്ല. കുറച്ചേ പ്രസംഗമുള്ളെന്ന് പറഞ്ഞു ഞാൻ അങ്ങോട്ട് വെച്ച് കീച്ചി 2-2.25 മണിക്കൂർ. അവര് തന്നെ വന്നിട്ട് പറഞ്ഞു. അവസാനം ഒരു ഷേഖിനെ കൊണ്ട് ദ്വാരക്കാന്ന് വെച്ചാൽ ഞാൻ പ്രസംഗം കഴിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് കാസർഗോഡ് പോകണമെന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങി വന്നു. ഉസ്താദിനപ്പോൾ ദ്വാരക്കാൻ ആരുമില്ല, ആമീൻ പറയാനും ആരുമില്ല. ആള് കുറഞ്ഞു പോയി. സംഭവം ആള് കുറഞ്ഞു പോയി. ഞാൻ പ്രസംഗിച്ചു. ബക്കറ്റ് പോലും എടുത്തിട്ടില്ല. ബക്കറ്റ് എടുത്തിട്ട് 19,000 റുപ്യ നല്ല ആളുണ്ടായിരുന്നു, കുറെ പൈസ അതുപോലും എടുത്തില്ല. കാരണം എന്താ? പ്രസംഗം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ അനീബാച്ച പറയുന്നത് പറയാ ഗോൾഡിങ് 11:30 വരെ ഉണ്ട്. യാ അല്ലാഹ് മാഫി മുഷ്കിൽ ഇൻഷാ അല്ലാഹ്, നമുക്ക് പ്രശ്നമില്ല. നിങ്ങൾ ഇരുന്ന് തന്നാ മതി. 11:30 11:30. അവസാനം നിങ്ങൾ തന്നെ പറയും നിർത്ത് ഉസ്താദേ. എന്താ അനീവിച്ചാ നിങ്ങളിപ്പോ നേരത്തെയൊക്കെ വന്നല്ലേ? തങ്ങൾ വരുമോ ഉസ്താദേ? തങ്ങൾ വരുമോ ഉസ്താദേ? മുമ്പോൾ തങ്ങൾ വരുമോ? വരൂല്ലേ? ശരി, വരുന്നവരെ നമുക്ക് പ്രസംഗിക്കാം, കുഴപ്പമില്ലല്ലോ അല്ലേ? നിങ്ങൾക്ക് ബൈക്കുന്ന ബൈച്ചാ? ചില ബൈച്ചിട്ട് നമ്മ ബൈക്കാതെയാ പ്രസംഗിക്കുന്നത്. അൽഹംദുലില്ലാ. നമ്മള് കാസർഗോഡ് കാരണല്ലോ. എന്താ വേണം? ഖൈർ. പച്ചമളത്തുണ്ട് ഇൻഷാ അല്ലാഹ്. എല്ലായിടത്തും വരുന്നുണ്ട്. എല്ലായിടത്തും 5 ദിവസം കാസർഗോഡാണ്. 5 ദിവസം കറങ്ങി കാസർഗോഡ് പ്രസംഗിക്കാം ഇൻഷാ അല്ലാഹ്. ഖൈർ. നിങ്ങൾ ഇരുന്ന് തന്നാൽ മതി, നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. അൽഹംദുലില്ലാ. അല്ലാഹു ഖൈർ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഹക്ക് പറയാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നല്ലപോലുള്ള ഉപദേശം കണ്ടോളി. ഒരാളുടെ ആളെ പരിഹസിക്കും സ്വർഗ്ഗത്തിൽ പോലുള്ള വഴികളാണ്. ഒരാളുടെ അയ്ബ്, ഒരാളുടെ ന്യൂനതയിലേക്ക് ഒരാൾ നോക്കാനേ പാടില്ല. നമ്മുടെ എത്രയോ ന്യൂനതകളുണ്ട്, നമുക്ക് എത്രയോ വലിയ വലിയ ന്യൂനതകളുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിലേക്ക് നോക്കണ്ട. നമുക്ക് സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ഭവനം സ്വർഗമാണ്. സ്വർഗത്തിൽ പോകണമെങ്കിൽ അല്ലാഹു നമ്മൾ എല്ലാ വെള്ളിയാഴ്ച ഒരു ദുആ എടുക്കാറുണ്ടല്ലോ. ഇമാം ഖുതുബ തീരുമ്പോൾ ഒരു ദുആ, റബ്ബനാ ഗഫർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലാ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലാ للذين آمنوا ربنا إنك رؤوف رحيم. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരാളെ കുറിച്ചുമുള്ള ഒരു അസൂയോ ഒരു കുശുമ്പോ ഒരു വിരോധമോ ഒരു വെറുപ്പോ ഒരു ക്രോധമോ ഇല്ല. അതല്ല ദുആ. ولا تجعل في قلوبنا غلا للذين آمنوا. അല്ലാഹുവേ ഞങ്ങളുടെ മുൻഗാമികൾക്ക് പുറത്തു കൊടുക്കണേ പടച്ചവനെ, ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് പൊറുക്കണേ അല്ലാഹ്. സത്യവിശ്വാസികളായ ഞങ്ങളുടെ ഇടയിൽ, ഞങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ ഒരു വിഭാഗീയതയോ ഒരു ഭിന്നതയോ ഒരു അസൂയയോ ഒരു വെറുപ്പോ ഒരു ക്രോധമോ ഒരു കോപമോ നൽകരുതേ നാഥാ. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവരെ കുറിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്ന കൂട്ടത്തിൽ പറയുന്നു, വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗിൽ. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് എല്ലാ അസൂയകളെ നമ്മൾ എടുത്തു മാറ്റിയിട്ട് അല്ലാഹു സ്വർഗത്തിൽ കയറ്റുള്ളൂ. കാരണം ഈ ഗില്ലെന്ന് പറഞ്ഞ സാധനം എടുത്തു മാറ്റിയില്ലെങ്കിൽ നമ്മുടെ ഇഞ്ഞാമാര് സമ്മതിക്കൂലല്ലോ. അള്ളാഹ് കയറിയ ഉടനെ നമുക്ക് ഭക്ഷണവും തരും, ഒരു പെണ്ണിനും കെട്ടിച്ചേരും. കയറിയ പാടെ സ്വർഗത്തിലേക്ക് കയറിയ പാടെ ഒരു കല്യാണം, അത് അള്ളായിട്ട് നമുക്കൊരു കല്യാണം നടത്തി തരും. ഉപ്പളക്കേറ്റിലുള്ള പെണ്ണുങ്ങന്മാര് അത് വേറെ സ്പെഷ്യലായിട്ട് നമുക്ക് ഒരെണ്ണം ഉണ്ടാക്കി തരും. റാഹത്തായിട്ട് ഇബാദത്ത് എടുത്തോ കേട്ടോ ഇൻഷാ അല്ലാഹ്.
കയറിയ പാടെ ഒരു പെണ്ണിനെ കെട്ടിച്ചേരും, ഇതൊരു നല്ല ഭക്ഷണവും തരും, നല്ല ബിരിയാണി. മാഷാ അല്ലാഹ്, ഇത് അള്ളാന്റെ ഭാഗത്ത്. അപ്പൊ അടുത്ത പെണ്ണുങ്ങന്മാർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം എന്താ? അള്ളാഹു ഇല്ലെന്ന് പറഞ്ഞ ആ ഒരു വൈറസ് ഉണ്ടല്ലോ, അതിപ്പോ നമ്മുടെ എല്ലാവരുടെ ഹൃദയത്തിലുണ്ടത്. ഈ വൈറസാണ് ഈ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഇങ്ങനെ വിഴുപ്പ് പാണ്ട അലക്കുന്നത്. ഇത് അള്ളാഹ് എടുത്തു കളയും, അള്ളാഹ് എടുത്തു കളയും. ഇതെടുത്ത് കളഞ്ഞിട്ടേ അള്ളാഹ് സ്വർഗത്തിലേക്ക് കയറ്റുള്ളൂ. അപ്പൊ 1 ഘട്ടം, 2 ഘട്ടം, 3 ഘട്ടം, 4 ഘട്ടം, 5 ഘട്ടം, 50 ഘട്ടം, 60 ഘട്ടം. 60 പെണ്ണുങ്ങന്മാരെല്ലാം ഉണ്ടാവും സ്വർഗത്തില്. എന്തായിരിക്കും സെറ്റപ്പ്, റാഹത്തല്ലേ? ഒരു പെണ്ണുങ്ങന്മാർക്കും പരാതി പറയാൻ പാടില്ല, രജിസ്റ്റർ ചെയ്യാനും പോണ്ട, കേന്ദ്ര സർക്കാരിനെ അറിയിക്കേണ്ട, ആധാറും വേണ്ട, ഇലക്ഷൻ കാർഡും വേണ്ട, ലൈസൻസും വേണ്ട, എന്തും വേണ്ട. നമ്മ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ നോക്കുന്ന സൂപ്പറായിട്ടൊരു പെണ്ണുങ്ങ നിൽക്കുന്ന, മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ്, യാ അല്ലാഹ് താലി എന്റെ കൂടെ പോവാ, യാ അല്ലാഹ് പിടിച്ചിട്ട് അങ്ങനെ പോലെ തന്നെ. ഒരു പെറ്റി കേസും ഇല്ല, പോലീസും വരൂല, പട്ടാളവും വരൂല, ഒന്നും വരില്ല. സ്വർഗം, അതാണ് സ്വർഗം, അതാണ് സ്വർഗം. അത് ചുമ്മാ ഒന്നും അങ്ങനെ കിട്ടൂലപ്പാ, കുറെ കഷ്ടപ്പെടണം. അതങ്ങനെയൊന്നും വെറുതെ ഒന്നും കിട്ടൂല, അത് ത്യാഗം സഹിക്കണം. അപ്പൊ അങ്ങനെ നമ്മൾ ഒന്നിലധികം വിവാഹം നമുക്ക് അവിടെ നടത്തിയാൽ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ, നമ്മുടെ പെണ്ണുങ്ങന്മാരുടെ ഹൃദയത്തിനുള്ളിൽ ഒരു അസൂയ ഉണ്ടാവുകയില്ല, ഉറപ്പാണ്. അല്ലാഹ് സ്വർഗത്തിൽ പോകുന്നതിന് മുമ്പ് അത് എടുത്ത് കളയും. ഇപ്പൊ അസൂയുണ്ട്. ഇപ്പൊ നിങ്ങൾ ഒന്ന് കെട്ടി നോക്ക്, നിങ്ങളെ പുറകിന്ന് ഓടിക്കും, യാ അല്ലാഹ് ഇങ്ങോട്ട് കയറണ്ടെന്ന് പറയും, സമ്മതിക്കില്ലല്ലോ. അത് അഹില്ലെന്ന് പറഞ്ഞ സാധനം ഇപ്പൊ നമ്മുടെ പെണ്ണുങ്ങന്മാരിലുണ്ട്, ആണുങ്ങന്മാരിലുണ്ട്, അതെല്ലാരിലും ഉണ്ട്. അത് ഇപ്പം തുടങ്ങിയതല്ലാതെ അത് പണ്ട് മുതലേ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ കാലഘട്ടത്തിൽ, ആയിഷ റളിയല്ലാഹു തആലയുടെ കാലത്തിൽ, നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം മുതലെയുള്ള സംഭവം തന്നെയാണ്. ഇങ്ങനെയുള്ള ഈ റില്ലെന്ന് പറഞ്ഞ ഈ സാധനം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒരു ഭർത്താവ് വേറൊരു പെണ്ണുങ്ങളോട് സംസാരിക്കുന്നത്, അവരുടെ കൂടെ കൂടുന്നു, വേറൊരു പെണ്ണ് കിട്ടുന്ന കാര്യം സംസാരിച്ചാൽ തന്നെ ഓക്ക് പിടിക്കൂല. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ യഖ്റുജു ഹത്താ യഖൂലഹാ ഖദീജ ലാ യഖ്റുജു മിനൽ ബൈതി ഹത്താ യഖൂല ഖദീജ. അല്ലാഹുവിന്റെ റസൂൽ എപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നാലും ഖദീജ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് ചർച്ച ചെയ്യാതെ ആയിഷ ബീവിയായിട്ട് പോകാറില്ല. ആയിഷ ബീവിയുടെ ഒപ്പം നടന്നു പോകുന്ന കൂട്ടത്തിൽ ഖദീജ, എന്റെ ഖദീജ അങ്ങനെയായിരുന്നു, ആ ഖദീജ ഇങ്ങനെയായിരുന്നു, ഖദീജ ഇങ്ങനെയായിരുന്നു, ഖദീജ അവൾ അങ്ങനെയാണ്, ഇങ്ങനെയാണെന്ന് ഒരു ഭാര്യയെ കുറിച്ച് അടുത്ത ഭാര്യയുടെ മുന്നിൽ പറയുക. അങ്ങനെ പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, യാ റസൂലല്ലാഹ് ഹൽ കാനത ഇല്ലാ അജൂസാ. ഒരു കിളവിയായിരുന്നില്ല നബിയെ? 40 വയസ്സ് 50 വയസ്സായ കിളവിയുടെ കാര്യമാണോ നബിയെ നിങ്ങളിപ്പോ പറയുന്നത് എന്റെ മുന്നിൽ? ഞാനൊരു 18 വയസ്സുകാരി ബാല്യക്കാരിത്തിയല്ലേ, ഞാൻ ഒരു ചെറുപ്പക്കാരിത്തിയായി ഞാൻ എന്റെ മുന്നിൽ നിങ്ങൾ കിളവിയുടെ കാര്യം എന്തിനാപ്പാ പറയുന്ന നബിയെ? അസൂയ, എന്താ അസൂയ? ഹൽ കാനത ഇല്ലാ അജൂസാ, അത് വയസ്സ് കല്ലുവല്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭയങ്കര ദേഷ്യമായി പോയി സംഭവം ഉണ്ടോ? ഞാനീ പറഞ്ഞു എന്തിനാ? ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, നബിതങ്ങളുടെ വൈഫാണ്, നബിതങ്ങളുടെ ഭാര്യയാണ്, പ്രിയതമയാണ്, പ്രിയപ്പെട്ട പത്നിയാണ്. ആ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുന്നിൽ വെച്ച് പോലും ഖദീജ ബീവിയും അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയാണ്, ആ ഭാര്യയെ കുറിച്ച് പറഞ്ഞപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അതാണ് പെണ്ണുങ്ങന്മാർ, മനസ്സിലായോ? ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ അവസ്ഥയാവുമ്പോ ഉപ്പളത്തുകാരി പെണ്ണുങ്ങളുടെ അവസ്ഥ പിന്നെ മാറ്റി നിർത്താൻ പറ്റുമോ? ഇല്ല, നടക്കൂല സംഭവം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രയ്ക്ക് സഹനത അവലംബിച്ചു അവരുടെ ഭാര്യമാരുമായിട്ട്, അത്രയ്ക്കും ബന്ധമായിരുന്നു. നമ്മളെ കൊണ്ട് സാധിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കിടയിലെല്ലാം ഒരേപോലെയാണ്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുമ്പോൾ ഹഫ്സ ബീവിയുടെ ഭാഗത്ത് വീട്ടിൽ നിന്ന് കുറെ ഭക്ഷണം ഉണ്ടായിക്കൊണ്ടുവന്നു, കുറെ എന്തൊക്കെയോ വിഭവങ്ങൾ. ഞങ്ങളുടെ നാട്ടിലൊക്കെ തിക്കടി കുക്കടി എന്നൊക്കെ പറയും, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ, മക്രോണി എന്നൊക്കെ പറയായിരിക്കും, അല്ലാഹു അഅലം, നമുക്കിതൊന്നും അറിയില്ല. എന്തായാലും സംഭവം നല്ല ടേസ്റ്റ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് കൊടുത്തു. അവിടുന്ന് ഭൃത്യൻ കൊണ്ടുവന്ന് കൊടുത്തു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വാങ്ങിയിട്ട് ആയിഷേ ഇത് ഹഫ്സാന്റെ പുറയെന്ന് കൊണ്ടുവന്നാ, നീ തിന്നു. ഫളറബത് ബിയദി റസൂൽ, ഒരൊറ്റയടി ആയിഷ റളിയല്ലാഹു തആല ഹഫ്സയുടെ പുറയെന്ന് കൊണ്ടുവന്നെന്ന് പറഞ്ഞപ്പോ ആയിഷയ്ക്ക് പിടിച്ചില്ല, ഒരൊറ്റയടി. ഫസഖത്തത് ഫകസറത്, താഴെ വീണു, പ്ലേറ്റ് ഉടഞ്ഞു, സാധനങ്ങളെല്ലാം തെറിച്ചു വീണു. തങ്ങൾ ഇൻഷാ അല്ലാഹ് അപ്പൊ തങ്ങ വന്ന് ദുആ ഇറക്കുന്നതോടുകൂടി പ്രസംഗം എല്ലാം തീരെ.
പറഞ്ഞിട്ട് നസിഹത്താക്കിയിട്ട് അല്ലെങ്കിൽ പിന്നെ തങ്ങ ദുആർന്ന് എല്ലാവരും പോകും. അങ്ങനെ ഞാൻ ആരോടും സംസാരിക്കാൻ പറ്റില്ല. മഹാനായ തങ്ങൾ അൽഹംദുലില്ലാഹ് നമ്മൾ കുറേ നാളായി കണ്ട് നമ്മളോടൊക്കെ വലിയ മഹബത്തുള്ളൊരു തങ്ങളാണ്. ഇപ്പോൾ കുറേ നാളായി കണ്ടിട്ട് പല പരിപാടികൾക്കും ഇൻഷാ അല്ലാഹ് വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദീർഘകാലം ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ തങ്ങ വന്നിട്ടുണ്ട്. എല്ലാവരും അകത്തോട്ട് കയറിയിരുന്നു. ഒരു 10 മിനിറ്റ് പ്രസംഗിക്കാൻ ഇജാസത്ത് എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് തങ്ങൾ ഒരു ചെറിയൊരു നസീഹത്തും ഒരു ദുആയും അതോടുകൂടി നമുക്ക് ഇൻഷാ അല്ലാഹ് പിരിയാം. നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്തതുപോലെ നമുക്ക് വരാമല്ലോ. ഇവിടെ ഉറൂസും ഒക്കെ കിടക്കല്ലേ, സംഭവങ്ങളൊക്കെ ഒരുപാട്. ഇപ്പോൾ ലത്തീവിച്ച വലിയ ഓഫറൊക്കെ ചെയ്തിട്ട് പോയിരിക്കില്ല. നമുക്ക് വലിയ പരിപാടി നടത്തണം ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. നേരത്തെ സമാധാനമായിട്ടൊക്കെ ഒരു ഡേറ്റ് കിട്ടി സ്വസ്ഥമായിട്ട് നേരത്തെ വന്ന് കുറച്ച് റെസ്റ്റൊക്കെ ആക്കിയിട്ട് പ്രസംഗിക്കാൻ ഇൻഷാ അല്ലാഹ്. നമുക്ക് എന്നാലും റെസ്റ്റ് ഒന്നും വേണ്ട, നമ്മുടെ പണി ഇത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ റെസ്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല, പോലെ തന്നെ പ്രസംഗിക്കൽ തന്നെ ഇൻഷാ അല്ലാഹ്. പിന്നെ തങ്ങ വന്നപ്പോൾ നമ്മൾ പിന്നെ ഇരുന്നിട്ട് പിന്നെ കൂടുതലിട്ട് പ്രസംഗിക്കുന്നത് അത്ര ഒരു അദബുകേടാണ്. അപ്പം അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു 10 മിനിറ്റ് ഇജാസത്ത് കിട്ടിയ സ്ഥിതിക്ക് ഒരു 10 മിനിറ്റ് എല്ലാവരും അകത്തേക്ക് കയറിയിരിക്കും. സൗകര്യം ഉണ്ടല്ലോ ഇൻഷാ അല്ലാഹ്, കസേരയൊക്കെ ഉണ്ടല്ലോ. സാദാത്തുകളൊക്കെ വന്നിരിക്കുന്ന സദസ്സിനെ നമ്മളെ ഭവ്യതയോടെ മഹത്വത്തോടുകൂടി കാണണം ഇൻഷാ അല്ലാഹ്. ദുആയ്ക്ക് ഇജാബത്ത് കിട്ടുന്ന സദസ്സാണ് ഇൻഷാ അല്ലാഹ്. കയറിയിരിക്കും പെട്ടെന്ന് ഇൻഷാ അല്ലാഹ്, കയറിയിരിക്കും. അൽഹംദുലില്ലാഹ്. നിങ്ങളൊക്കെ പന്തുകളി എത്ര മണിക്കൂറുകൾ നിന്ന് കാണുന്നവരപ്പുറത്തേക്ക് കയറി ഇൽമിന്റെ സദസ്സിൽ വന്നിരിക്കും, കൂലി കിട്ടും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ ഹഫ്സ റളിയല്ലാഹു തആല അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ, അങ്ങനെ പെണ്ണുങ്ങന്മാർക്കിടയിൽ ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ട്. അത് ഇന്നല്ല, അത് അന്ന് മുതലേ ഉണ്ട്. അത് അന്ന് മുതലേ ഉള്ള സംഭവം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് സഹോദര സഹോദരി, നമുക്കിടയിൽ ഉണ്ടാകുന്ന ആ ഒരു വെറുപ്പ്, ആ ഒരു വിദ്വേഷം, അത് നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അത് അല്ലാഹു എടുത്തു കളയും. അല്ലാഹു എടുത്തു കളയും. അതുകൊണ്ട് ഒരാളോട് നമുക്ക് ഇങ്ങനെ ഒരു വെറുപ്പുണ്ടാകാൻ പാടില്ല. അതാണ് നമ്മുടെ ശൈലി. ഇസ്ലാമിക ശൈലിയും ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമവും അത് തന്നെയാണ്. ആ വെറുപ്പുണ്ടാകാതിരിക്കാനാണ് സലാം നിങ്ങൾ വ്യാപിപ്പിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പഠിപ്പിച്ചത്, നമ്മളോട് കൽപ്പിച്ചതും നമ്മളോട് പറഞ്ഞതും അത് തന്നെയാണ്. സലാം നമ്മൾ വ്യാപിപ്പിക്കുക, അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നല്ലത് മാത്രം സംസാരിക്കുക. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ. എല്ലാ വെള്ളിയാഴ്ചകളും മിമ്പർ മിഹ്റാബും ഗർജിക്കുകയാണ്. മിമ്പറിൽ നിന്ന് ഇമാമ നമ്മളെ ഓതി കേൾപ്പിച്ച് ഒരു ഉത്ബോധനവും പ്രചോദനവും നൽകുകയാ. ഏ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണമേ. നിങ്ങൾ സംസാരിച്ചാൽ നല്ലത് മാത്രം സംസാരിക്കണേ. നല്ല വാക്ക് പറയണം, നല്ലതേ പറയാവൂ. ആവശ്യമില്ലാത്തതും അനാവശ്യമായ വാക്കുകളും ഒന്നും നമ്മൾ പറയാൻ പാടില്ല. വോയിസ് മെസ്സേജ് വിടുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. ഒരാളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നല്ലതേ പറയാവൂ. അദ്ദേഹത്തെ കുറിച്ച് മോശമായത് പറയാൻ പാടില്ല. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ദുആ ചെയ്തിരുന്നു. കാന മിൻ ദുആഇ ദാവൂദ് അലൈഹിസ്സലാം. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആയിൽപ്പെട്ട സംഭവമാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അർബഅ വ അഊദു ബിക മിൻ അർബഇൻ. അല്ലാഹുവേ, 4 കാര്യം നിന്നോട് ഞാൻ ചോദിക്കുകയാണ്, 4 കാര്യങ്ങൾ നിന്നിൽ നിന്ന് ഞാൻ കാവൽ തേടുകയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹു അസ്അലുകൽ ലവാതി, ഞാൻ ചോദിക്കുന്ന 4 കാര്യങ്ങൾ അല്ലാഹുവേ. അസ്അലുക ഖൽബൻ ശാകിറാ വ ബദനൻ സബിറാ വ ലിസാനൻ ദാകിറാ വ സൗജതൻ തുഈനുനി ഫീ ദുനിയായ വ ആഖിറതി. അല്ലാഹുവേ, നിന്നോട് ഞാൻ ചോദിക്കുന്ന 4 കാര്യങ്ങൾ. ഖൽബൻ ശാകിറാ, നന്ദിയുള്ള ഹൃദയം നീ എനിക്ക് നൽകണേ അല്ലാ. വബദനൻ സാബിറാ, എത്ര രോഗങ്ങൾ വന്നാലും എന്ത് പരീക്ഷണങ്ങൾ വന്നാലും ക്ഷമയോടുകൂടി ഇത് നിന്റെ ഭാഗത്തു നിന്ന് വന്നതാണ് എന്ന ചിന്തയോടുകൂടി ആ ക്ഷമ അവലംബിച്ച് ജീവിക്കാനുള്ള ക്ഷമയുള്ള ശരീരം നൽകണേ അല്ലാ. വലിസാന ദാകിറാ, ആരെ കുറിച്ചും അനാവശ്യങ്ങൾ പറയാതെ, അനാവശ്യങ്ങൾ പ്രചരിപ്പിക്കാതെ, കളവ് പറയാത്ത, അസഭ്യം പറയാത്ത നവ് തരണേ അല്ലാ. ദാകിറാ, ദിക്ർ ചൊല്ലുന്ന, ശുക്ർ ചൊല്ലുന്ന, നിന്നെ പുകഴ്ത്തുന്ന, പ്രകീർത്തിക്കുന്ന നാവ് നൽകണേ അല്ലാ. 4ാമത് മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആ
ദുനിയായ വസൗജതൻ തുഈനുനി ഫീ ദുനിയായ വആഖിറതി. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹുവേ എനിക്ക് ഗുണം ചെയ്യുന്ന ഭാര്യയെ നൽകണേ അല്ലാ. എന്നെ കുറിച്ച് മോശം പറയുന്ന ഭാര്യയെ നീ എനിക്ക് നൽകരുതേ നാദാ. 4 കാര്യങ്ങൾ ദാവൂദ് നബി അലൈഹി സ്വലത്തു വസ്സലാം ചോദിച്ചു. വഅഊദു ബിക മിനൽ ലവാതി, ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്ന 4 കാര്യങ്ങൾ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വലദിൻ യകൂനു അലയ്യ സയ്യിദാ. അല്ലാഹുവേ, എന്നെ ഭരിക്കുന്ന, എനിക്കനുസരണക്കേട് കാണിക്കുന്ന, ഞാൻ പറഞ്ഞാൽ എന്റെ വാക്കുകളെ ധിക്കരിക്കുന്ന അഹങ്കാരികളായ തെമ്മാടികളായ മക്കളെ നീ എനിക്ക് നൽകരുതേ അല്ലാഹ്. ഏറ്റവും വലിയ ദുആയാണ്. മാതാപിതാക്കളുടെ വാക്കുകളെ സ്വീകരിക്കാത്ത, അംഗീകരിക്കാത്ത അഹങ്കാരികളായ മക്കളെ നീ നൽകല്ലേ അല്ലാഹ്. യകൂനു അലയ്യ സയ്യിദ, എന്നെ ഭരിക്കുന്ന ഉമ്മയെ ഭരിക്കുന്ന മക്കളെ നീ നൽകരുതേ പടച്ചവനെ. യകൂനു അലയ്യ സയ്യിദ. വഅഊദു ബിക മിൻ മാൽ യകൂനു അലയ്യ വബാലാ, എന്റെ മേലൊരു ഭാരമായി വഹിക്കപ്പെടുന്ന സമ്പത്ത് നൽകി എന്നെ നീ പരീക്ഷിക്കരുത് അല്ലാഹുവേ. ആ സമ്പത്തുമായി നാളെ നിന്റെ കൊട്ടാരത്തിൽ, നിന്റെ കോടതിയിൽ വന്ന് ക്യൂ നിൽക്കേണ്ട ഗതികേട് വരുന്ന തരത്തിലുള്ള അമിതമായ സമ്പത്ത് നൽകി പരീക്ഷിക്കരുത് നാദാ. എന്നിട്ട് 3-ാമത് വഅഊദു ബിക മിൻ സൗജത്തിൻ തുശയ്യിബുനി ഖബ്ല വഖത്തിൽ മശീബ്. അല്ലാഹുവേ, എനിക്ക് നരബാധിക്കുന്നതിന് മുമ്പ് എന്നെ നരബാധിപ്പിച്ച് കളയുന്ന, എന്നെ ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു ഭാര്യയെ നീ എനിക്ക് നൽകരുതേ അല്ലാഹ്. കൂടുതലും പുറയിലെ ടെൻഷൻ അടിക്കുന്ന പെണ്ണുങ്ങന്മാരെ കൊണ്ടാണ്. നമുക്കത് മനസ്സിലാക്കുന്നില്ല. ഭയങ്കര പ്രശ്നങ്ങളാണ്. വിശദീകരിക്കാൻ സമയമില്ല. തങ്ങ വന്നു അല്ലെങ്കിൽ ഇതിനൊക്കെ ഈ 4 ദുആ തന്നെ വിശദീകരിക്കാൻ തന്നെ 1 മണിക്കൂർ വേണം. നമ്മളത് മനസ്സിലാക്കണം. എന്തെങ്കിലും ഒരു സംശയ പെണ്ണുങ്ങന്മാർക്ക്, നമ്മൾ ഒരു ഫോൺ എടുത്ത സംശയം, അങ്ങോട്ട് പോയ സംശയം, ഒരു മെസ്സേജ് നോക്കിയ സംശയം, ഓളെ കൊണ്ട് ആകെ പ്രശ്നങ്ങളായിട്ട് നമ്മ അങ്ങോട്ട് നരച്ചു. 30 വയസ്സായാലും 45 വയസ്സിന്റെ അവസ്ഥയിലെത്തി നരച്ചു. ഇത് ഇന്നും തുടങ്ങിയ സംഭവം, അന്ന് തുടങ്ങിയ സംഭവമാണ്. لا يطرق أحدكم يطلب بعثراتهم أو كما قال رسول الله. അതുകൊണ്ട് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭർത്താക്കന്മാർക്കും ഭാര്യമാർക്കും നൽകുന്ന ഉപദേശമാ, ഏ ഭാര്യമാരെ, നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ സംശയിക്കരുതേ. ഏ ഭർത്താക്കന്മാരെ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സംശയിക്കരുതേ. അങ്ങനെ ആരെങ്കിലും തന്റെ ഇണകളെ സംശയിച്ച് അവൾ ഒറ്റയ്ക്ക് താമസിക്കുമ്പോ പാതിരാത്രി തന്റെ മുറിയിൽ വന്ന് പുറയിൽ വന്ന് ലാ യത്റുഖു അഹദുക്കും, നിങ്ങൾ ആരും നിങ്ങളുടെ മുറി നിങ്ങൾ തട്ടരുതേ. നബിയുനാ റസൂലുള്ളാഹി. അവൾ എന്താ, അവൾ ആരുടെ ഒപ്പരാണ്, അവൾ ആരുടെ ഒപ്പത്തിലാണ്, അവൾ മെസ്സേജ് വിടുന്നുണ്ടോ, അവൾ ചാറ്റ് ചെയ്യുന്നുണ്ടോ, ചീറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ രഹസ്യമായിട്ട് ഭർത്താവ് വന്നിട്ട് ഒളിഞ്ഞു നോക്കാൻ പാടില്ല. അങ്ങനെ സംശയിക്കാനേ പാടില്ല. അതാരുടെ മെസ്സേജ് അടി സംശയിക്കരുത്. നമ്മളൊരു ഭാര്യയിൽ വിശ്വാസം ഉണ്ടാകണം, ഭർത്താവിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടാകണം. അൽ ഹയാഉ തതകാഫഉ വതതആവനു. നിക്കാഹ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. അതല്ലേ സന്തോഷം, അതല്ലേ പ്രണയം, അതല്ലേ ജീവിതം, അതല്ലേ സ്നേഹം. പ്രണയം കഴിഞ്ഞില്ലേ? 14-ാം തീയതി പ്രണയം, വാലന്റൈൻ ഡേ. ഈ വാലന്റൈൻ ഡേ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പ്രണയിക്കണത് കാമുകന്മാരുടെ പ്രണയമല്ല വേണ്ടത്, ഭാര്യ ഭർത്താവിന്റെ പ്രണയമാണ് വേണ്ടത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നർ റജുല ഇദാ നളറ ഇലാ ഇംറഅതിഹി വ നളറത ഇലൈഹി നളറല്ലാഹു ഇലൈഹി മാ നളറർ റഹ്മാ. ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ സ്നേഹത്തിന്റെ നോട്ടം നോക്കിയാൽ, പ്രണയത്തിന്റെ നോട്ടം നോക്കിയാൽ, അനുകമ്പയുടെ നോട്ടം നോക്കുകയും ആ ഭാര്യ തന്റെ ഭർത്താവിനെയും അതേപോലെ നോക്കുകയും ചെയ്താൽ നളറല്ലാഹു ഇലൈഹിമാ നളറർ റഹ്മാ, അവർക്ക് രണ്ടുപേരുടെയും ഇടയിൽ അല്ലാഹു സ്നേഹത്തിന്റെ, ഔദാര്യത്തിന്റെ, കാരുണ്യത്തിന്റെ നോട്ടം നോക്കുമെന്ന് ഔ കമാ ഖാല റസൂലുള്ളാഹി. സ്നേഹം, അതാണ് സ്നേഹം, അതാണ് പ്രണയം, അതാണ് പ്രണയം. ഭാര്യ ഭർത്താവുമായിട്ടുള്ള പ്രണയം, ഭാര്യ ഭർത്താവുമായിട്ടുള്ള സ്നേഹം, ആ ബന്ധമാണ്. ഭർത്താവ് തന്റെ ഭാര്യയുടെ കരങ്ങളെ തമ്മിൽ കൂട്ടിയിണക്കിയാൽ അവരുടെ വിരലുകൾക്കിടയിൽ നിന്ന് അവരുടെ പാപങ്ങൾ കൊഴിഞ്ഞു പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം. കാമുകി കാമുകന്റെ കൈക്കല്ല പിടിക്കേണ്ടത്, ഭാര്യ ഭർത്താവിന്റെ കൈക്ക് പിടിക്കണം. എത്ര നാളായി നമ്മ പിടിച്ചിട്ട്? ഭാര്യയുടെ കൈക്ക് പിടിച്ചിട്ട് ബസ് സ്റ്റാൻഡിൽ പോകണം, ഭാര്യയുടെ കൈക്ക് പിടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങണം, ഭാര്യയുടെ കൈക്ക് പിടിച്ച് ബെഡ്റൂമിൽ നിന്ന് കൊണ്ടുപോകാൻ ഭക്ഷണം കഴിക്കുക, അടിരി എന്ന് പറയാം, നമുക്ക് ഒരുമിച്ച് നിന്ന് ബൈക്കാന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ട് കുത്തിയിരിക്കണം. ഭാര്യയുടെ ഒപ്പം ഭാര്യയുടെ വായിൽ ഒരുപടി ഭക്ഷണം വെച്ചു കൊടുക്കണം, ഭാര്യയുടെ അതേപോലെ ഭർത്താവിന്റെ വായിലും ഭക്ഷണം വെച്ചു കൊടുക്കണം. ഇല്ലാ ഉജിർത അലൈഹ, അതിന്റെ പേരിൽ സവാബുണ്ട്. നബീന റസൂലുള്ളാഹി. അതാ പ്രണയം, അതാണ് ഒറിജിനൽ വാലന്റിന്റെ. അതല്ലാതെ ഹറാമായ പെണ്ണിനെ പോയിട്ട് പ്രണയിച്ച് ഓട നെഞ്ചിൽ കൈയിട്ട് ഓട തോളിൽ കൈയിട്ട് ഓക്ക് ഐസ്ക്രീം വാങ്ങി കൊടുത്തിട്ട് അവളെ പിടിച്ച് മടിയിൽ കിടത്തിയിട്ട് അവളുടെ തലോടൽ, അതല്ല പ്രണയം. പ്രണയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറിജിനൽ നമ്മുടെ ഭാര്യ, നമ്മുടെ കാമുകി, കൂട്ടുകാരിയാണ് ഭാര്യ. ഖുർആൻ തന്നെ അല്ലാഹ് പറഞ്ഞെന്താ? സാഹിബത്ത്. ഭാര്യയെ കുറിച്ച് അല്ലാഹ് ഖുർആൻ പറഞ്ഞത് സാഹിബത്ത്, കൂട്ടുകാരി എന്നാണ്. ഭാര്യയായിട്ട് കാണുന്നത് കൂട്ടുകാരിയായിട്ട് കാണണം, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. വിശദീകരിക്കുന്ന വിഷയങ്ങളാണ്, പോട്ടെ. അതുകൊണ്ട് ടെൻഷൻ അടിക്കുന്ന പെണ്ണാകാൻ പാടില്ല. അതുകൊണ്ട് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു, അല്ലാഹ് എനിക്ക് എന്നെ ടെൻഷൻ അടിപ്പിക്കുന്ന പെണ്ണുങ്ങളെ എനിക്ക് നീ തരരുതേ പടച്ച റബ്ബേ. ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. നാലാമത്തെ ദുആ, അതാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നത്. അല്ലാഹുവേ ഇന്നി അഊദു ബിക മിൻ ജാർ, ഒരു അയൽവക്കക്കാരനെ കൊണ്ട് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുകയാണ് അല്ലാഹ്, അഭയം തേടുകയാണ് അല്ലാഹ്. ലൗ റആ മിന്നി ഹസനതൻ കതമഹാ വലൗ റആ മിന്നി സയ്യിഅതൻ അഫ്ശാഹാ. അല്ലാഹുവേ എന്റെ പുരയുടെ അരികിൽ താമസിക്കുന്ന എന്റെ നാട്ടുകാരനായ അയൽവക്കക്കാരനുണ്ടല്ലോ, അവനിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുകയാണ്. കാരണം എന്താണ്? ലൗ റആ മിന്നി ഹസനതൻ കതമഹാ, എന്റെ ഏതെങ്കിലും ഒരു നന്മ കണ്ടാൽ ആ നന്മ അവൻ ഒളിപ്പിച്ചു വെക്കുകയാണ്, മറച്ചു വെക്കുകയാണ്, ആരോടും അത് പറയുകയില്ല. അയൽവക്കത്തുള്ള സഹോദരനാണ്, അവൻ നല്ലവനാണ്, അവൻ നമസ്കാരമുള്ളവനാണ്, അവൻ നോമ്പെടുക്കുന്നവനാണ്, അവൻ സദഖ ചെയ്യുന്നവനാ, അവൻ ഖുർആൻ ഓതുന്നവനാണ്, എത്രയോ നന്മകളുണ്ട്. ആ നന്മകളെല്ലാം അവൻ മറച്ചു വെച്ചിട്ട് വലൗ റആ മിന്നി സയ്യാ, ഒരു മോശമായ സ്വഭാവം എന്റെ കണ്ടാൽ അഫ്സാഹാ, അത് മീഡിയകളിലൂടെ, അത് വാട്സപ്പിലൂടെ, അത് ഫേസ്ബുക്കിലൂടെ, അത് പോസ്റ്റർ അടിച്ച്, അത് മെസ്സേജിലൂടെ എല്ലാ മേഖലകളിലേക്കും പ്രചരിപ്പിക്കുന്ന ഒരു അയൽവക്കക്കാരനെ എനിക്ക് നീ നൽകരുതേ റബ്ബേ. മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആയാണ്. ഞാൻ എന്റെ പ്രഭാഷണം നിർത്തുകയാണ്. ഒരൊറ്റ ഹദീസ് കൂടി എന്റെ ബാല്യക്കാർക്ക് വേണ്ടി ഞാൻ ഓതട്ടെയോ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 3 വയസ്സായ കുട്ടി പോലും ഈ മൊബൈലിലൂടെയാണ് സെക്സിന് അഡിക്റ്റായി പോയതെങ്കിൽ, അത് വ്യക്തമായ രൂപരേഖയോടുകൂടി നമുക്ക് കിട്ടിയ തെളിവാണെങ്കിൽ, ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഇന്ന് സെക്സിന് അടിമകളാകുന്നത് അവരുടെ കൈകളിലുള്ള ആൻഡ്രോയിഡ് മൊബൈലുകളിലൂടെയാണ്. പൈസ വളരെ കുറവാണ്, നെറ്റ് ഫ്രീ ആണ്, എവിടെ നെക്കിയാലും ഏത് സൈറ്റിലേക്ക് പോയാലും എത്രയോ ചെറുപ്പക്കാരികളെയും ചെറുപ്പക്കാരെയും നശിപ്പിക്കുന്ന തരത്തിലുള്ള അശ്ലീലമായ ഫോട്ടോസുകളാണ്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ 1000 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് നൽകിയ ഉപദേശം നിങ്ങളുടെ മുന്നിൽ ഈ ഉപ്പള ഗേറ്റിലെ കുന്നത്ത് പള്ളിയുടെ മുന്നിൽ വെച്ച്, കുന്നിൽ പള്ളിയുടെ മുന്നിൽ വെച്ച് ഞാൻ നിങ്ങൾക്ക് ഇതാ ഓതി തരട്ടെയോ? അൽ ഐനാനി തസ്നിയാൻ ഫസിനാഹുമാ നളറു. കണ്ണുകൾ രണ്ട് വ്യഭിചരിക്കുന്നു ചെറുപ്പക്കാരാ, കണ്ണുകൾ രണ്ട് വ്യഭിചരിക്കുന്നു ചെറുപ്പക്കാരികളെ. എങ്ങനെയാണ് വ്യഭിചരിക്കുക? ഫസിനാഹുമാ അന്നളറു, ആ കണ്ണിന്റെ വ്യഭിചാരം അശ്ലീല ഫോട്ടോകളിലേക്ക് നോക്കലാണ്. വൽയദാനി തസ്നിയാൻ ഫസിനാഹുമാ അൽ ബത്ഷു, കൈകൾ തമ്മിൽ വ്യഭിചരിക്കുകയാണ്. ആ കൈകളുടെ വ്യഭിചാരം എന്താണ്? സ്പർശിക്കലാണ്, തൊടലാണ്, അശ്ലീലമായ മെസ്സേജുകൾ വിടലാണ്. ഹബീബായ തങ്ങൾ പറയുകയല്ലേ, അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമു അയ്ദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. കൈകൾ നാളെ സംസാരിക്കുമെന്ന്, വിരലുകൾ നാളെ സംസാരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോ നമുക്ക് അത്ഭുതമായിരുന്നില്ലേ? ഇന്ന് വിരലുകൾ സംസാരിക്കലല്ലേ, വാട്സപ്പ്
വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ വിരലുകൾ കൊണ്ടല്ലേ മെസ്സേജ് ചെയ്യാറുള്ളത്. വളരെ വേഗത്തിലാണ്, വളരെ ശീഘ്രത്തിലാണ്, വളരെ ഫാസ്റ്റിലാണ് നമ്മൾ മെസ്സേജുകൾ കൈമാറാറുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റിംഗ് ചെയ്യുന്നത് സംസാരത്തിലൂടെയല്ല, അത് കേവലം വിരലുകളിലൂടെയാണ്. ആ വിരലുകളിലൂടെയാണ് അശ്ലീല സൈറ്റുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുക. അതുകൊണ്ട് യുവാക്കളെ, യുവതികളെ, ഈ സോഷ്യൽ മീഡിയകളിലൂടെ തിന്മയ്ക്ക് വേണ്ടിയാണ് നമ്മളെ വിരലുകൾ ഓടിച്ചതെങ്കിൽ തുകല്ലിമുഹും നാളെ റബ്ബിന്റെ കോടതിയിൽ ഐദീന, ഈ വിരലുകൾ നാളെ സംസാരിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് വിരലിന്റെ വ്യഭിചാരം എന്താണ്? കൈകളുടെ വ്യഭിചാരം എന്താ? വൽയദാനി തസ്നിയാൻ ഫസിനാഹുമാൽ ബത്ഷു വല്ലുദിനാനി തസ്നിയാൻ ഫസിനാഹുമാ സമഉ. കാമുകിമാരുടെ ഇക്കിളിപ്പെടുത്തുന്ന സംസാരങ്ങൾ മണിക്കൂറുകളോളം മൊബൈലിലൂടെ കേട്ട് രസിക്കാൻ എന്തോരു ആനന്ദമാണ്, രസമാ. ഹെഡ്ഫോൺ എടുത്തു വെക്കുകയാണ്, ഇയർഫോൺ എടുത്തു വെക്കുകയാണ്, അവളുമായി സംസാരമാണ്. അനാവശ്യമായ അശ്ലീലമായ സംസാരങ്ങളാണ്. അത് കേൾക്കാൻ നിന്റെ ചെവികൾ അനുകൂലമാകുമെങ്കിൽ ബാങ്ക് വിളി കേൾക്കുന്നില്ല, ഉപ്പാന്റെ വിളി കേൾക്കുന്നില്ല, ഉമ്മാന്റെ വിളിക്ക് ഉത്തരം നൽകാൻ കഴിയുന്നില്ല, ഈ വാളുകളോ നസീഹത്തുകളോ കേൾക്കാൻ കഴിയുന്നില്ല. കാരണം അശ്ലീല ചുവയുള്ള സംസാരങ്ങൾ കൊണ്ട് നമ്മുടെ നാവുകൾ നിറഞ്ഞിരിക്കുകയാണ്. ലോകത്തിന്റെ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ 6-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥത്തിൽ നമ്മളോട് പറയുകയാണ്, വൽ ഉദ്നാനി തസ്നിയാൻ, ചെവികൾ രണ്ടും വ്യഭിചരിക്കുന്നു സഹാബാ, ഫസിനാഹുമാ സമഉ. ആ കാതുകളുടെ, ആ ശ്രവണപുടങ്ങളുടെ വ്യഭിചാരം എന്ന് പറയുന്നത് അസമഉ, അശ്ലീലമായ സംസാരങ്ങളാണ്. വല്ലിസാനു യസ്നി, നിന്റെ നാവുണ്ടല്ലോ, 32 പല്ലിന്റെ ഉള്ളിൽ കിടക്കുന്ന നാവുണ്ടല്ലോ, ആ നാവ് വ്യഭിചരിക്കുന്നു. ഫസിനാഹു അൻതുഖു, ആ നാവിന്റെ വ്യഭിചാരം അവളുമായി സംസാരിക്കലാണ്. അല്ലാഹു ഇത്തരത്തിലുള്ള പ്രവർത്തികളിൽ നിന്നും അശ്ലീലതകളിൽ നിന്നും അല്ലാഹു നമ്മയും നമ്മുടെ സമുദായത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സോഷ്യൽ മീഡിയകളിലൂടെ ഗുണവും ദോഷവുമുണ്ട്. നന്മയ്ക്ക് വേണ്ടി നമ്മൾ കാവലാളാകണേ, തിന്മയെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നിർമാർജനം ചെയ്യണേ.